ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സിലോ. അപ്പോൾ മാത്സ് എന്ന അധ്യായം കഴിഞ്ഞു. ഇനിയുള്ളത് ഫിസിക്സ് ആണ്. സോ ഫിസിക്സിലെ ഒരു ടോപ്പ് മോസ്റ്റ് 70 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഓരോ പാഠത്തിൽ നിന്നും ഏകദേശം 10 to 12 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 7 പാഠത്തിൽ നിന്നും പാടെ 70 അല്ലെങ്കിൽ 70+ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാനും സൈനുസാറുമായിട്ട് ഒരു 70 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 70+ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ടൈമൊന്നും കളയാതെ പെട്ടെന്ന് തുടങ്ങാം. നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. സെലക്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജെക്ട്. ലെങ്ത് ഓഫ് ദ ഒബ്ജെക്ട്, സൈസ് ഓഫ് ദ ഒബ്ജെക്ട്, ഇലാസ്റ്റിസിറ്റി, നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. വസ്തുവിന്റെ നീളം, വലിപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിന്റെ സ്വഭാവം. അതായത് നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അത് ഏതൊക്കെയാണ്? ഈ 4 തന്നെയാണ്. 4 ഇതിന്റെ ഉത്തരം തന്നെയാണ്. ഓൾ ഓഫ് ദം. ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്, സൈസ് ഓഫ് ദ ഒബ്ജക്ട്, ഇലാസ്റ്റിസിറ്റി, നാച്ചുറൽ ഓഫ് മെറ്റീരിയൽ. 4 ഫാക്ടേഴ്സും എഫക്ട് ചെയ്യുന്നുണ്ട്. 4 സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് സംഭവമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ആവൂല ചോദിക്കുക, ചിലപ്പോൾ പോയിന്റ്സ് എഴുതാനാവും ചോദിക്കുക. അപ്പൊ എന്തൊക്കെ എഴുതണം? ലെങ്ത് ഓഫ് ഒബ്ജക്ട്, സൈസ് ഓഫ് ഒബ്ജക്ട്, ഇലാസ്റ്റിസിറ്റി, നാച്ചുറൽ മെറ്റീരിയൽ. നീളം, ഇലാസ്തികത, വലിപ്പം, പദാർത്ഥത്തിന്റെ സ്വഭാവം. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നമ്മൾ മോഡൽ എക്സാമിന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. സോ ഒന്ന് ശ്രദ്ധിക്കുക. വാട്ട് പെൻഡുലം ഹാവ് ദ സെയിം നാച്ചുറൽ ഫ്രീക്വൻസി? ഒരേ സ്വാഭാവിക ആവൃത്തിയുള്ള പെൻഡുലം ഏതാണെന്നാണ് ചോദ്യം. മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ. ഒരേ വലിപ്പം അല്ലെങ്കിൽ ഒരേ നീളമുള്ള പെൻഡുലത്തിനാണ് എന്തുണ്ടാവുക? സെയിം നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവുക. സെയിം ലെങ്ത് ഉള്ള, ഇത് രണ്ടോ സെയിം ലെങ്ത് അല്ലേ? അതിനാണ് എന്തുണ്ടാവുക? ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവുക. അപ്പൊ അതെയാണ് എയും ഡിയും ആണ്. ഏതൊക്കെയാണ്? എ ആൻഡ് ഡി. ഉത്തരം എന്താണ്? എ ആൻഡ് ഡി. ഇതാണ് ഉത്തരം വരുന്നത്. എ ആൻഡ് ഡി. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് പെൻഡുലം എ ഈസ് ജനറലി സെറ്റ് ഇൻ ടു ഓസിലേഷൻ വിച്ച് പെൻഡുലം അണ്ടർഗോ ഫോഴ്സ്ഡ് ഓസിലേഷൻ? അതായത് എനെ മെല്ലെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ പെൻഡുലമാണ് ഫോഴ്സ്ഡ് ഓസിലേഷന് വിധേയമാവുക എന്നുള്ളത്. എ മെല്ലെ ആട്ടിക്കഴിഞ്ഞാൽ ബിയും സിയും ഡിയും ഫോഴ്സ്ഡ് ഓസിലേഷനിൽ പെടൂലേ? പെടും. അപ്പൊ ഉത്തരാണ് ബി, സി, ഡി. 3 പെടും. എ ആട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി 3 എന്ത് ചെയ്യും? ആടും. ബിയും സിയും ഡിയും. അടുത്തത്, ഐഡന്റിഫൈ ദ പെൻഡുലം വൈബ്രേറ്റ് അറ്റ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ. എന്റെ അതേ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പെൻഡുലം ഏതാണ്? ഡി ആണ്. നമ്മൾ സെയിം വലിപ്പം ഉണ്ടെങ്കിൽ അതേ നാച്ചുറൽ ഫ്രീക്വൻസി ആക്കാരം. ഓക്കെ. വിച്ച് പെൻഡുലംസ് ആർ ഇൻ റെസൊണൻസ്? എയും ഡിയും. എ ആൻഡ് ഡി. ഓക്കെ. എ ആൻഡ് ഡി. സെറ്റാണോ? സെറ്റല്ലേടാ? ആണ്. മനസ്സിലാക്കുക. ഫസ്റ്റ് ചോദ്യം, വിച്ച് പെൻഡുലം ഹാവ് ദ സെയിം നാച്ചുറൽ ഫ്രീക്വൻസി? സെയിം നാച്ചുറൽ ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ എക്കും ഡിക്കും തന്നെയാണ് സെയിം നാച്ചുറൽ ഫ്രീക്വൻസി, ഒരേ വലിപ്പമാണ്. അതേപോലെ തന്നെ വിച്ച് പെൻഡുലംസ് ആർ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ, അനുനാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി. 2 ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി, ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെയും ഫോഴ്സിംഗ് ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഒന്നാണെങ്കിൽ അതെന്തിലാണെന്ന് പറയാം? റെസൊണൻസിലാണെന്ന് പറയാം. ഓക്കെ, മനസ്സിലാക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ സെറ്റാണോ? സെറ്റാണ്. അടുത്തതിലോട്ട് പോവാം. അടുത്ത ചോദ്യം, 2 waves of the same amplitude produced at equal time intervals through a medium are shown below. മക്കളെ, ഗ്രാഫ് വെച്ചുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഒരു 90% ഈ ഗ്രാഫ് വെച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫിഗർ എ? എന്താണ് വേവ് ലെങ്ത്? ഫിഗറിലെ വേവ് ലെങ്ത് എന്താണെന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? എന്താണ് വേവ് ലെങ്ത്? 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ട്രഫ് തമ്മിലുള്ള ദൂരം. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കാം. 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് പറയുമ്പോൾ ഇതും തമ്മിലുള്ള ദൂരമാണ്. ആണോ അല്ലേ? സോ നോക്കിയിട്ട് പറയാം. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? നോക്കിയാ, ഇവിടെ മുതൽ ഇവിടെ വരെ 4. ആണോ അല്ലേ? 4. വേവ് ലെങ്ത് എത്രയാണ്? 4 മീറ്റർ. തരംഗദൈർഘ്യം എത്രയാണ്? 4 മീറ്റർ ആണ് മക്കളെ, 4 മീറ്റർ ആണ്. അടുത്തത്, ഇഫ് ബോത്ത് ദ വേവ് ടേക്സ് 1 second ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? എന്താണ് അതിന്റെ ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടെത്തിയ ഫ്രീക്വൻസി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്താ? 2 ആണ് കിട്ടുക. സോറി, ഇതല്ല ഉത്തരം. സി ആണ് ചോദ്യം അല്ലേ? സി ആണ്. ഫ്രീക്വൻസി ആണ് കാണാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി വായിച്ചാണ്. ഞാൻ സി എന്നാണ് വായിച്ചത്. അപ്പോൾ സി ഫ്രീക്വൻസി ആണ് ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൻ ബൈ ടി. ആണോ? സ്മോൾ ലെറ്റർ എൻ ബൈ ടി. സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആടാ. സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആടാ. നമ്പർ ഓഫ് ഓസിലേഷൻസ് കേട്ടോ. നമ്പർ ഓഫ് ഓസിലേഷൻസ്. ഓക്കെ.
സ്മോൾ ലെറ്റർ n by t. നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്ര? 1, 2 and 3. നമ്പർ ഓഫ് ഓസിലേഷൻ 3 ആണ്. ആൻഡ് ടൈം എത്ര? 1 സെക്കൻഡ് ആണ്. 3/1. അപ്പൊ ഫ്രീക്വൻസി എത്രയാണ്? 3 ഹേർട്സ് ആട്ടോ. 3 ഹേർട്സ് ആണ്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ വായിക്കാം. നേരത്തെ നമ്മൾ സി ക്വസ്റ്റ്യൻ ആണ് വായിച്ചത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ വായിക്കാം. സോ ഓക്കെ, ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫിഗർ ബി? ബിയിലുള്ള വേവ് ലെങ്ത് എത്രയെന്നാ ചോദിച്ചിരിക്കണേ. ബിയിലുള്ള വേവ് ലെങ്ത് എത്ര? ഇവിടെ മുതൽ ഇവിടെ വരെ 2 മീറ്റർ. 2 മീറ്റർ ഓക്കെ ആണോടാ? 2 മീറ്റർ ഓക്കെ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ്, വിച്ച് വേവ് ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി? ഏതിനാ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്? നോക്കിയാൽ മനസ്സിലാവും. ബീനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്നുള്ളത്. ഏതൊരു പൊട്ടനും മനസ്സിലാവും ഇതിന് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ബീനാണ്. അപ്പോൾ ഒന്ന് നേരിക്ക് വായിച്ചിട്ടൊന്ന് ഉത്തരം ചെയ്താ. എഫിന് ഇവിടെ നമ്മൾ ഇക്വേഷൻ പഠിച്ചു, ഫ്രീക്വൻസിക്ക് ഇവിടെ ഇക്വേഷൻ പഠിച്ചു. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ n by t, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സെറ്റ് അല്ലേ? ഇനി ഫ്രീക്വൻസിക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 1/t. 1/t പറഞ്ഞാൽ ക്യാപിറ്റൽ ടി, ടൈം പീരീഡ് ആട്ടോ. ഓക്കെ, സെറ്റ് ആണ്. ഇനി മെല്ലെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞുതരാം. എന്താണ് ടൈം പീരീഡ്, എന്താണ് ഫ്രീക്വൻസി, എന്താണ് ഓസിലേഷൻ, എന്താണ് ആംപ്ലിറ്റ്യൂഡ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് പോകുന്നത് വളരെ നല്ലതാണ്. റെസൊണൻസ് എന്താണ്, റിവർബറേഷൻ എന്താണ്, എന്താണ് എക്കോ, ഇതൊക്കെ അറിഞ്ഞു വെച്ച് പോകുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഒന്ന് എഴുതി തരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: എക്കോ, ഓസിലേഷൻ, റിവർബറേഷൻ, അനുരണനം, ഓസിലേഷൻ, എക്കോ, ഇതൊക്കെ പഠിച്ചു പോണത് കുറച്ച് നല്ലതാണ്. നമുക്ക് മെല്ലെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ എയർ ഈസ് 35 ഹെർട്സ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓഫ് ദിസ് വേവ്? അതായത് ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് വിത്ത് സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ്, അതായത് സ്പീഡ് കിട്ടി, വി എത്ര കിട്ടി? നമുക്ക് തിരിച്ചു ചെയ്താം. ഇതൊന്ന് മായ്ക്കാണ്. ഇതൊന്ന് മായ്ക്കാണ് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ മെല്ലെ പോവാം. വി എന്ന് കിട്ടിയിട്ടുണ്ട്. വി എത്ര കിട്ടിയിട്ടുണ്ടോ മക്കളെ? വി എത്ര? വി ഈസ് ഈക്വൽ ടു 350 മീറ്റർ പെർ സെക്കൻഡ്. അതായത് വായുവിൽ 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു അനുദൈർഘ്യ തരംഗത്തിന്റെ ആവൃത്തി 35 ഹെർട്സ് എങ്കിൽ ഫസ്റ്റ് കണ്ടെത്താനുള്ളത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓഫ് ദിസ് വേവ്? ഈ തരംഗത്തിന്റെ അടുത്തടുത്ത 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എന്തായിരിക്കും? 2 കൺസിക്യൂട്ടീവ് കംപ്രഷൻ അല്ലെങ്കിൽ 2 അടുപ്പിച്ചിട്ടുള്ള ഉച്ചമർദ്ദ മേഖല കാരണം എന്താ? അതിന്റെ വേവ് ലെങ്ത് അല്ലേ കാണേണ്ടത്, തരംഗദൈർഘ്യം അല്ലേ കാണേണ്ടത്? മനസ്സിലാക്കട്ടോ. ഞങ്ങളോട് പറഞ്ഞു 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? വേവ് ലെങ്ത്. 2 അടുപ്പിച്ചിട്ടുള്ള ഉച്ചമർദ്ദം അല്ലെങ്കിൽ നീചമർദ്ദം തമ്മിലുള്ള ദൂരമാണ് എന്ത്? തരംഗദൈർഘ്യം. സോ ഇവിടെ കാണേണ്ട എന്താണ്? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം. ഇക്വേഷൻ ബി നമുക്കറിയാം. എഫ് തന്നിട്ടുണ്ട്, ആവൃത്തി തന്നിട്ടുണ്ട്. ആവൃത്തി എത്രയാണ്? 35 ഹേർട്സ് ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം കാണാം. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ള ഇക്വേഷന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. സോ വി 350 ആണ്, എഫ് 35 ആണ്. ഇൻറ്റു ലാംഡ. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ള ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. സോ 350/35 ഈസ് ഈക്വൽ ടു ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു 10 മീറ്റർ ആടാ. എത്രയാടാ? 10 മീറ്റർ ആടാ. തരംഗദൈർഘ്യം ലാംഡ ഈസ് ഈക്വൽ ടു 10 മീറ്റർ ആടാ. ഓക്കെ അല്ലേടാ? ഓക്കെ ആണ്. വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് എയർ ഫ്രാക്ഷൻ? 2 കൺസിക്യൂട്ടീവ് എയർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ അടുത്തടുത്ത് 2 നീചമർദ്ദ മേഖല പറഞ്ഞാൽ എന്തിനാണ്? വേവ് ലെങ്ത് ആണ്. അതും 10 മീറ്റർ തന്നെ അല്ലേടാ. മാറ്റം ഉണ്ടോ? വേവ് ലെങ്ത് മാറ്റം ഉണ്ടാവോ? ഇല്ല. കഴിഞ്ഞു. 10 മീറ്റർ ഉത്തരം കഴിഞ്ഞു. സിമ്പിൾ ആണ്. ഇനി അടുത്ത ചോദ്യം. എ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 175 ഹെർട്സ് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 2 മീറ്റർ. കാൽക്കുലേറ്റ് സ്പീഡ് ഓഫ് സൗണ്ട്. അതായത് ഒരു ശബ്ദ തരംഗത്തിന്റെ ആവൃത്തി 175 ഹെർട്സ് ആണ്. അതിന്റെ തരംഗദൈർഘ്യം 2 മീറ്റർ ആണ്. നമുക്ക് സ്പീഡാണ് കാണേണ്ടത്, ശബ്ദത്തിന്റെ വേഗതയാണ് കാണേണ്ടത്. ഞാൻ പറഞ്ഞു വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ള ഇക്വേഷൻ. വി എന്താണ്? സ്പീഡാണ് അല്ലെങ്കിൽ വേഗതയാണ്. എഫ് എന്താണ്? ആവൃത്തിയാണ്. ലാംഡ എന്താണ്? തരംഗദൈർഘ്യം. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫ്രീക്വൻസി 175 × 2 350 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഇതേപോലെ കണ്ടാൽ മതി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ള ഇക്വേഷന്റെ മക്കൾ ഒരിക്കലും മറക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വെച്ച് നിരവധി പ്രോബ്ലംസ് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മെല്ലെ അടുത്തതിലോട്ട് പോവാണ്. The frequency of sound that humans can hear is from 20 Hz to 20 kHz. Then what is the highest wavelength of the sound that humans can hear? ഹയസ്റ്റ് വേവ് ലെങ്ത് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്.
അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20 ഹേർട്സ് മുതൽ 20 കിലോ ഹേർട്സ് വരെയാണല്ലോ. എങ്കിൽ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉയർന്ന തരംഗദൈർഘ്യം എത്രയായിരിക്കും? നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കളെ, എഫ് ഈസ് ഈക്വൽ ടു 1/λ എന്നാണ്. ഫ്രീക്വൻസി വേവ് ലെങ്തിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അത് ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടും. ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീത അനുപാതത്തിലാണ്. ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയും, ആവൃത്തി കുറയുമ്പോൾ തരംഗദൈർഘ്യം കൂടും. നിങ്ങളോട് ചോദിച്ചിരിക്കണം എന്താ, ശബ്ദത്തിന്റെ ഉയർന്ന തരംഗദൈർഘ്യം എത്രയായിരിക്കും? ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി, പക്ഷെ നിങ്ങൾ എടുക്കേണ്ടത് 20 ഹേർട്സ് ആണ്. ഏറ്റവും കുറഞ്ഞ ആവൃത്തി എടുക്കുക, ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി എത്രയാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്? 20 ഹേർട്സ് ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം? മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള സൗണ്ട് കാണാം, ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ള ശബ്ദം കാണാം. എഫ് ഈക്വൽ ടു 1/λ ഉപയോഗിച്ചോ. 20 ഹേർട്സ് ഈസ് ഈക്വൽ ടു 1/λ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ലാംഡ ഈസ് ഈക്വൽ ടു 1/20 ഹേർട്സ്. ഒന്ന് ചെയ്തു നോക്കുക, ഇങ്ങനെയാണിത് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ആവൃത്തി എടുക്കുക, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം, ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് കിട്ടും. ഓക്കെ ആണോ? സെറ്റാണ്. മെല്ലെ അടുത്തേലോട്ട് പോകട്ടോ. ഇത് നിങ്ങൾ കണ്ടെത്തിയാൽ മതി, കണ്ടെത്തേണ്ട ആവശ്യമില്ല, സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ. അപ്പോൾ ഒന്ന് കണ്ടെത്തുക, മെല്ലെ അടുത്തേലോട്ട് പോകട്ടോ. വാട്ട് ഈസ് എൻ അൾട്രാസോണിക് വേവ്? ലിസ്റ്റ് സം യൂസസ് ഓഫ് ദിസ് വേവ്സ്. എന്താണ് അൾട്രാസോണിക് വേവ്? ഇഫ് ദ അൾട്രാസോണിക് വേവ് ഉണ്ടോ, അതായത് ഫ്രീക്വൻസി 20 കിലോ ഹേർട്സിന് മുകളിലാണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കും? അൾട്രാസോണിക് വേവ് എന്ന് വിളിക്കും. ഫ്രീക്വൻസി 20 കിലോ ഹേർട്സിന് മുകളിലാണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കും? അൾട്രാസോണിക് വേവ്സ് എന്ന് വിളിക്കും. ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അൾട്രാസോണിക് വേവ്സിന്റെ ഉപയോഗങ്ങൾ കുറെ കാണാം. സോണാറിൽ എന്താ ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് വേവ് ആണ്. പിന്നെ നമ്മുടെ ഉള്ളിലെ ഓർഗൻസിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അൾട്രാസോണിക് ഡിവൈസസ് ഉപയോഗിക്കുന്നില്ലേ? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാം, അൾട്രാസോണിക് വേവ്സിന്റെ യൂസസ് കാണാം. അപ്പോൾ ഒരിക്കലും പഠിക്കാതെ പോകരുത്. എന്താണ് അൾട്രാസോണിക് വേവ്, അൾട്രാസോണിക് വേവിന്റെ യൂസസും ഒന്ന് പഠിച്ചു വെച്ച് പോവാ. നമുക്ക് ഇത് കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ 3 പോയിന്റ് വീതം കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോണാർ, അങ്ങനത്തെ പല സാധനങ്ങൾ എന്തുണ്ട്, അൾട്രാസോണിക് വേവ് ഉപയോഗിക്കുന്നുണ്ട്. ഈ നമ്മളെ പട്ടികൾക്ക് കേൾക്കുന്ന ഗൾട്ടൺ വിസിലില്ലേ, അതിലെന്താ ഉപയോഗിക്കുന്നത്? നായ്ക്കൾക്കും ഡോഗ്സിനോ കേൾക്കുന്ന ആ വിസില്, അതിൽ ഇത് അൾട്രാസോണിക് വേവ്സിനല്ലേ ഉപയോഗിക്കുന്നത്? 20 കിലോ ഹെർട്സിന്റെ മുകളിലല്ലേ ഉപയോഗിക്കുന്നത്? ആണോ അല്ലേ? അപ്പൊ അതിൽ ഉപയോഗിക്കാം. സോ ഒന്ന് നോക്കുക, ഒന്ന് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ കറക്റ്റ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരം കഴിയുന്നില്ല, പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വാട്ട് ഈസ് റിവർബറേഷൻ? എന്താണ് അനുരണനം? ഞാൻ നേരത്തെ പറഞ്ഞു റിവർബറേഷൻ പഠിക്കണം. സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ് എന്ത്? റിവർബറേഷൻ. സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം ശബ്ദത്തിന്റെ പ്രതിപതനം കാരണം, ആവർത്തിച്ചിട്ടുള്ള പ്രതിപതനം കാരണം ഉണ്ടാവണം എന്ത്? അനുരണനം. ഒന്ന് നോക്കിയാൽ മതി, സെറ്റപ്പ് അല്ലേ? അത് സൗണ്ട് എക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് സൗണ്ട് ഹെലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഹലോ എന്ന് കേൾക്കാം, കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തേക്കാം. പക്ഷെ റിവർബറേഷൻ കാരണത്തിൽ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ മുഴക്കം പോലെയാണ് കേൾക്കുക. ഒരു മുഴക്കം പോലെയാണ് എന്തിൽ കേൾക്കുക? അനുരണനം അല്ലെങ്കിൽ റിവർബറേഷനിൽ കേൾക്കുക. ക്ലിയർലി കേൾക്കാൻ പറ്റില്ല, കാരണം സൗണ്ട് മൾട്ടിപ്പിൾ ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരികയാണ്, ആവർത്തിച്ച് ഇങ്ങനെ പ്രതിപതിച്ച് വരികയാണ്. സോ അത് ശ്രദ്ധിക്കട്ടോ. നെക്സ്റ്റ് ഈ എക്കോ എന്നുള്ള ചോദ്യം നിങ്ങളെ പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എക്കോ കേൾക്കണമെങ്കിൽ ആ സൗണ്ട് എത്ര സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരണം? 1/10 സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരണം. മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 17.5 മീറ്റർ ആയിരിക്കണം മിനിമം ഡിസ്റ്റൻസ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോ സൗണ്ട് കേൾക്കണമെങ്കിൽ, എക്കോ കറക്റ്റ് കേൾക്കണമെങ്കിൽ 1/10 സെക്കൻഡ് തിരിച്ചു വരണം. പിന്നെ മിനിമം ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം? 17.5 മീറ്റർ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് കേൾക്കാൻ പറ്റില്ല? എക്കോ കേൾക്കാൻ പറ്റില്ല. സോ ഇത് ചോദ്യം നോക്കുക. ദ എക്കോ ഫയർ ക്രാക്കർ കത്തീന ഈസ് ഹേർഡ് ആഫ്റ്റർ 1 സെക്കൻഡ് ബൈ ദ പേഴ്സൺ ഹു ബേസ്റ്റ് ഇറ്റ്. അതായത് പൊട്ടിച്ചു കഴിഞ്ഞ് സൗണ്ട് കേൾക്കണം 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. ഹൗ ഫാർ ഈസ് എ റിഫ്ലക്ടിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ സൗണ്ട്? റിഫ്ലക്ടിംഗ് സർഫസ് എത്ര ദൂരത്താണെന്നുള്ളതാണ് ചോദ്യം. സോ ടൈം കിട്ടിയിട്ടുണ്ട്. ടൈം 1 സെക്കൻഡ്. ഹൗ ഫാർ ഈസ് എ റിഫ്ലക്ടിംഗ് സർഫസ്? ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിസ്റ്റൻസ്. ഹൗ ഫാർ ഈസ് എ റിഫ്ലക്ടിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ എക്കോ? അതായത് എക്കോ കേൾക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഈ റിഫ്ലക്ടിംഗ് സർഫസ് എത്ര ദൂരെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു. ഞാൻ നേരം കളയുന്നില്ല, ഞാൻ ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ വർക്ക്ഔട്ട് ചെയ്താണ്. അപ്പോൾ നൈക്ക് റെഫർ ചെയ്യുക. സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ, സ്പീഡ് ഈസ് ഈക്വൽ ടു
സോറി എവിടെ എഴുതണ്ട, അവിടെ എഴുതി കാണൂല. അത് നിങ്ങൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമിലുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ കാണുന്നത്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇത് വെച്ചൊന്ന് കാണുക. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ചോദ്യം എന്താണ്? ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്ടിങ് സർഫസ് ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ എക്കോ? അതായത് എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട്? അതൊന്ന് കറക്റ്റ് കാണാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് വെച്ചൊരു ഇക്വേഷൻ ചെയ്ത് നമുക്ക് കറക്റ്റ് അറിയാം. അറിയില്ലേ? നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ നേരം കളയുന്നില്ല. പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. സോ പോവാം. Question: when the length of the string of a simple pendulum is reduced, the number of oscillations increases. When the length of the pendulum increases, frequency decreases. ഇതാണ്. Which of the following options is correct? The statement and the reason are correct. The reason explains the statement. The statement and the reason are correct. The reason does not explain the statement. അതൊന്ന് വായിച്ചു നോക്കാം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ചരടിന്റെ നീളം കുറച്ചപ്പോൾ ദോലനങ്ങളുടെ എണ്ണം കൂടുന്നു. സിമ്പിൾ പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. എന്ത് പറയുന്നു? ആവൃത്തി കുറയുന്നു. താഴെ കൊടുക്കുന്നതിൽ ശരിയായ ഓപ്ഷൻ ഏതായിരിക്കും? ഏതാടാ ശരിക്കുള്ള ഉത്തരം? ശരിക്കുള്ള ഉത്തരം ഇതൊന്ന് വായിക്കുക. നിങ്ങളിത് പഠിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതിനുള്ള ഉത്തരം ഞങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതിനുള്ള ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ ചെയ്യുക. ഇതൊരു സിമ്പിൾ 1 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ ഇതൊന്ന് കമന്റ് ബോക്സിൽ ചെയ്യുക, ഒന്ന് ഉത്തരം ചെയ്താൽ. അതായത് സ്റ്റേറ്റ്മെന്റ് വെൻ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ഓഫ് പെൻഡുലം ഈസ് റെഡ്യൂസ്, നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻക്രീസസ്, പിന്നെ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിടുക. നിങ്ങളിത് കാണുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലായിടത്ത് ചോദ്യത്തിലോട്ട് പോകാട്ടോ. ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യം, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് വിട്ടുതരുന്നത് കേട്ടോ. 1 മാർക്കിന്റെ ചോദ്യം ആവുന്നതാണ്. സോ എല്ലായിടത്ത് ചോദ്യത്തിലോട്ട് പോവാണ്. ദ ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് ദ പെൻഡുലം വെൻ ഇറ്റ് ഓസിലേറ്റ്സ് ആർ ഷോൺ ഇൻ ഫിഗർ O is the equilibrium position and A and B are the maximum distance on the other side. അതായത് ഈ ചോദ്യത്തിലുണ്ടാവും ഒരു പെൻഡുലത്തിന്റെ ബോബ് കമ്പനം ചെയ്യുമ്പോൾ വായിച്ചോക്കാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കമ്പനം ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ OAക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്, OBക്ക് 4 ആണ്. ടോട്ടൽ എത്രയാണ്? 12 ആണ്. പ്രശ്നം ഉണ്ടോ? ഇല്ല. ചോദ്യം വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അത് ഇക്വിലിബ്രിയം പൊസിഷന് മാക്സിമം ഡിസ്റ്റൻസ് എത്ര പോകുന്നുള്ളത്? ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണ്. ഇവിടെ എത്ര ദൂരം പോകുന്നുണ്ട്? 6 സെന്റിമീറ്റർ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആദ്യം എത്രയാണ്? 6 സെന്റിമീറ്റർ മക്കളെ. 6 സെന്റിമീറ്റർ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആദ്യം 6 സെന്റിമീറ്റർ. നെക്സ്റ്റ് ഉള്ള ചോദ്യം, ഓയിൽ നിന്നും എയിൽ എത്താൻ 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ഒന്ന് എക്ക് എത്താൻ 1 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. എന്താണ് ആവൃത്തി? എന്താണ് പീരീഡ്? ഒന്നും ഇങ്ങോട്ട് നോക്കിയാ. ടൈം പീരീഡ് പറഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമാണ് എന്ത്? ടൈം പീരീഡ്. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമാണ് എന്ത്? ടൈം പീരീഡ്. സോ ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണാം ഒരു ഓസിലേഷനിലേക്ക് ടൈമാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു. ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് പോകുന്നുണ്ട്? 1 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് പോകുന്നുണ്ട്? 1 × 4 ആട്ടോ മക്കളെ. 1 × 4. അത് ഞാൻ പറഞ്ഞു. എന്ത് ചോദിച്ചോ? ഓയിൽ നിന്നും എയിലെത്താന് 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ഇതിന്റെ ആവൃത്തി, പീരീഡ് എന്നിവ കണക്കാക്കുക. സോ സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ടൈം പീരീഡ് എന്താണ്? ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമാണ്. സെറ്റ് ആക്കാം. ഇനി ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ F ഈസ് ഈക്വൽ ടു 1/T ആണ്. ഈക്വൽ ടു 1/4, 0.25 ഹെർട്സ് ആണ്. ഇതന്നെയല്ലേ കിട്ടണമെന്ന് നോക്കിയാ. ടൈം പീരീഡ് പറഞ്ഞാൽ എന്താ എടുക്കുക? മനസ്സിലാക്കാം. ഒരു ഓസിലേഷനൊക്കെ ടൈം. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഇതൊന്ന് സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന്റെ ഉത്തരം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, സെറ്റ് അല്ലേടാ? സെറ്റാണ്. ഇനി മെല്ലെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം കേട്ടോ. A sound signal from a ship on the surface of the water hits an object under water and returns to ship after 6 seconds. What is the distance traveled by the signal? What is the distance from the water surface of the object? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിൽ നിന്നുള്ള ശബ്ദ സിഗ്നൽ ജലത്തിനടിയിലുള്ള വസ്തുവിൽ തട്ടി 6 സെക്കൻഡിന് ശേഷം കപ്പലിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പൊ ചോദ്യം എന്താ വെച്ചാൽ സോണാർ ഉപയോഗിച്ചുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ചോദ്യം, എങ്കിൽ സിഗ്നൽ സഞ്ചരിച്ച ദൂരം എത്ര? പഠിച്ചിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം പഠിച്ചു. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ദൂരം ഈസ് ഈക്വൽ ടു വേഗം ഇൻറ്റു സമയം ഈസ് ഈക്വൽ ടു എത്ര സ്പീഡിലാ പോകുന്നത്? സ്പീഡ് ഓഫ് സൗണ്ട് 1500 ഇൻറ്റു സമയം എത്രയാടാ? 6 ആടാ. എത്രയാടാ? 15 × 6 എത്രയാണ്? 9000 മീറ്റർ ആടാ ഡിസ്റ്റൻസ്. ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം 9000 മീറ്റർ ആടാ. ഫസ്റ്റ് ചോദ്യത്തിന് 9000 മീറ്റർ. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സിഗ്നൽ? ട്രാവൽ ചെയ്യുന്ന ദൂരം എത്രയാണ്? 9000 മീറ്റർ ആടാ. എത്രയാടാ? 9000 മീറ്റർ ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? 9000 മീറ്റർ ആണ്. അത് ഓക്കെയാണ്. എന്നാ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വാട്ടർ സർഫസ് ടു ദ ഒബ്ജക്റ്റ്? വാട്ടർ സർഫസ് ഒബ്ജക്റ്റിലുള്ള ദൂരം
2D കാണണം. എന്ത് കാണണം? 2D. D 900 മീറ്റർ കിട്ടിയിട്ടുണ്ട്. 2D പറഞ്ഞാൽ എന്താ? 2D is equal to 1000. D is equal to 1000/2. 900/2 എത്ര കിട്ടും? 900/2 എത്ര കിട്ടും? 4,500. അല്ലേ ആണ്. 4,500 ആടാ. 4,500 മീറ്റർ ആടാ. രണ്ടാമത്തിന്റെ ഉത്തരം. സെറ്റല്ലേടാ. മെല്ലെ പോട്ടോ. കഴിഞ്ഞ്. ഇനി ലെൻസസ് എന്നുള്ള പാഠത്തിലോട്ട് പോവാണ്. ലെൻസസ് ശ്രദ്ധിക്കാം. ഇതിലേതാന്ന് കറക്റ്റ് ആണെന്നുള്ളതാണ് ചോദ്യം. ഒന്ന് നോക്കിയാ ഇതേതാ ലെൻസ്? കോൺകേവ് ലെൻസ് ആണ്. ഈ കോൺകേവ് ലെൻസിൽ ഏതാ കറക്റ്റ് ആയിട്ട് വരിക? ഒരു മിനിറ്റ്, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഈ കോൺകേവ് ലെൻസിൽ ഏതാടാ കറക്റ്റ് ആയിട്ട് വരാം? കോൺകേവ് ലെൻസ് ഡൈവേർജ് അല്ലേ ചെയ്യുക? ഇത് തെറ്റ്, ഇതും തെറ്റ്. ശരി ഉത്തരം ഇത് 1 ഡൈവേർജ് ചെയ്ത് വരികയാണ്. ഇത് ഒപ്റ്റിക് സെന്ററിലൂടെ പോയി കഴിഞ്ഞാൽ ഏതിലൂടെ തിരിച്ചു പോകും? ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ തിരിച്ചു പോകും. ഇത് 2 കറക്റ്റ് ഉത്തരം. ബി ആൻഡ് ഡി. ഓക്കെ, സെറ്റ് അപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോൺവെക്സ് ലെൻസ് ഈസ് കറക്റ്റ്? കോൺവെക്സ് ലെൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വായിച്ചു. നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. വായിച്ചോ. കോൺവെക്സ് ലെൻസ് ഓൾവേസ് ഫോം എ റിയൽ ഇമേജ് ആണോ? നോക്കാം. ഫോംസ് ഓഫ് വെർച്വൽ ഇമേജ്. ദ നാച്ചർ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്. കോൺവെക്സ് ലെൻസ് കനോട്ട് ഫോം ആൻ ഇമേജ് ഓൺ എ സ്ക്രീൻ. എല്ലായ്പ്പോഴും യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്നു കോൺവെക്സില്. മിക്ക പ്രതിബിംബം ലഭിക്കുന്നു. പ്രതിബിംബത്തിന്റെ സ്വഭാവം വസ്തുവിന്റെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ ലഭിക്കുന്ന പ്രതിബിംബം സ്ക്രീനിൽ രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. ഇതിലേതാണ് ഉത്തരം? അതായത് ഒരു കോൺവെക്സ് ലെൻസിന്റെ ചോദ്യമാണ്. ഇതൊരു കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകതയാണ് ചോദ്യം. 1, 3 ശരിയാണ്. 1, 3 ശരിയാണ്. കോൺവെക്സ് ലെൻസ് ഓൾവേസ് ഫോംസ് എ റിയൽ ഇമേജ്. എല്ലായ്പ്പോഴും കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് ആണ് ഉണ്ടാക്കുന്നത്? അല്ല. ഒരു കേസിൽ വെർച്വൽ ഡയറക്റ്റ് ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് മിഥ്യയും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം ഉണ്ടാക്കുന്നുണ്ട്. ഏതിലാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഓൾവേസ് ഫോംസ് എ വെർച്വൽ ഇമേജ്. എപ്പോഴും വെർച്വൽ ഇമേജ് ആണോ? അല്ല. ഒരു കേസിൽ മാത്രം വെർച്വൽ ഇമേജ് ആണ്, ബാക്കി കേസിലൊക്കെ എന്താണ്? റിയൽ ഇമേജ് ആണ്. ദ നാച്ചർ ഓഫ് ദി ഇമേജ് ഫോർമഡ് ബൈ കോൺവെക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്. കറക്റ്റ് ആണ്. നാച്ചുറൽ എവിടെയാണോ ഒബ്ജക്ട് ഇമേജിന്റെ പൊസിഷൻ ഉണ്ടാവുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത്, കോൺവെക്സ് ലെൻസ് കനോട്ട് ഫോം എ ഇമേജ് ഓൺ എ സ്ക്രീന്. സ്ക്രീനിൽ ഇമേജ് ആട്ടാൻ പറ്റൂല. കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്താ? സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ലേ? റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ട് 1, 3 ശരിയാണ്, 2, 4 ശരിയാണ്, 2, 4 ശരിയാണ്, എല്ലാ പ്രസ്താവനയും ശരിയാണ്, 4 മാത്രമേ ശരിയാണ്. എനിക്ക് ഓപ്ഷനിൽ ഒന്നും ശരിയായിട്ട് തോന്നുന്നില്ല. എനിക്ക് ശരിയായിട്ട് തോന്നണുണ്ടോ? എനിക്കിതിൽ വായിച്ചാൽ ആകെ ശരിയായിട്ട് തോന്നണേ ഈ ഒരു സംഭവം മാത്രമാണ്. കാരണം എന്താണ്? കോൺവെക്സ് ലെൻസ് കനോട്ട് ഫോം ആൻ ഇമേജ് ഓൺ എ സ്ക്രീന്. അത് തെറ്റാണ്. സ്ക്രീനിൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റും, റിയൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓൾവേസ് ഫോംസ് എ റിയൽ ഇമേജ്. എപ്പോഴും റിയൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഒരു കേസിൽ വെർച്വൽ ഉണ്ടാക്കുന്നുണ്ട്. ഓൾവേസ് ഫോംസ് എ വെർച്വൽ ഇമേജ്. എപ്പോഴും വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ, അതായത് നാച്ചർ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ. പൊസിഷനിൽ മാറി പിന്നെ അനുസരിച്ചിരിക്കും. അപ്പൊ സി ആണ് ശരി, 3 ശരി. റിയൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? എഫ് ആൻഡ് ലെൻസ് എന്നുള്ള പൊസിഷൻ വെച്ച് ബാക്കി എല്ലാത്തിനും ഉണ്ടാക്കുന്നുണ്ട്. വെർച്വൽ ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? പിന്നെ എഫിന് ലെൻസിന്റെ ഇടയിൽ മാത്രം ഉള്ളപ്പോഴാണ് വെർച്വൽ ഉണ്ടാക്കുന്നത്. സോ ഈ ഓപ്ഷനിൽ എനിക്ക് സി മാത്രമേ ശരിയായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിനെയല്ലേ? അതിനെയാണ് അപ്പം അതിന്റെ ഉത്തരം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വേറെ ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ മെല്ലെ അടുത്തയിലോട്ട് പോവാണ്. അപ്പൊ ഈ ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നത് 3 എന്നുള്ള ഓപ്ഷനിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ടിക്ക് ചെയ്ത് വെക്കണമോ നല്ലത്. കാരണം 3 ശരിയാണ്. അപ്പൊ 1, 3 ശരിയാണ് രീതിയിൽ ഇത് ടിക്ക് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇപ്പൊ ഇതിൽ ഓപ്ഷൻ വന്നിട്ടുള്ളത്. എന്റെ രൂപത്തിൽ ഇത് മാത്രമാണ് ശരി. ഇത് മാത്രമാണ് ശരി കേട്ടോ. അപ്പോ അത് നിങ്ങൾ നോക്കുക. എന്റെ ഊഹത്തിലല്ല, അത് തന്നെയാണ് ശരി. അപ്പൊ നിങ്ങളതൊന്ന് നോക്കുക. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഷുഡ് ബി യൂസ് ടു ഒബ്റ്റെയിൻ ലാർജ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ്? ലാർജും ഇൻവേർട്ടഡ് ഇമേജും കിട്ടാൻ വേണ്ടിയിട്ട് വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് യൂസ് ടു ഒബ്റ്റെയിൻ ലാർജ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ്? ഇൻവേർട്ടഡ് കിട്ടണമെങ്കിൽ ഏത് തന്നെ വേണം? കോൺവെക്സ് വേണം. ലാർജ് ആൻഡ് ഇൻവേർട്ടഡ് കിട്ടണമെങ്കിൽ കോൺവെക്സ് വേണം. കാരണം കോൺവെക്സ് മാത്രമാണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഉണ്ടാക്കുന്നത്. കോൺകേവ് എപ്പോഴും ഉണ്ടാക്കുന്നത് എന്താണ്? കോൺകേവ് ഉണ്ടാക്കുന്ന വെർച്വൽ ഇമേജ് ആണ്. കോൺവെക്സ് ഉണ്ടാക്കുന്നത് എന്താണ്? റിയൽ ഇമേജ് ആണ്. അപ്പൊ കോൺവെക്സ് വേണം, കോൺവെക്സ് ലെൻസ് വേണം. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ്, എ ചൈൽഡ് tries to burn paper using a lens from a certain distance. After some, he sees that paper is burning. Which of the following statement correct? അതായത്
ഒരു കുട്ടി ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് ലെൻസ് ഉപയോഗിച്ച് ഒരു പേപ്പർ കത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ എന്താണ്, സൂര്യരശ്മി ഒക്കെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സൂര്യരശ്മി ഒക്കെ ഒരു ഫോക്കസിലേക്ക് പോയിന്റ് ചെയ്താലേ അവിടെ ചിലപ്പോൾ കത്തി പിടിക്കണം. അപ്പൊ എന്താണ്, കൺവേർജ് ചെയ്യണം, ഒക്കെ ഒരു പോയിന്റ് കൺവേർജ് ചെയ്യണം. അപ്പൊ ഈ ലെൻസ് ഉപയോഗിക്കുക, കോൺവെക്സ് ലെൻസ് കൺവേർജസ് ലൈറ്റ് റേസ്, കൺവേർജസ് ലൈറ്റ്, അതാണ് ഉത്തരം. കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ സംവ്രജിപ്പിക്കുന്നു, കോൺവെക്സ് ലെൻസ് പ്രകാശം സംവ്രജിപ്പിക്കുന്നു. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്യൂട്ടബിൾ ഫോർ യൂസ് ആൻ ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോർ എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന ഐ പീസിന്റെയും മൈക്രോസ്കോപ്പിന്റെയും ഐ പീസും ഒബ്ജക്റ്റീവുമായി ഉപയോഗിക്കാൻ അനുയോജ്യമായത് എന്ത് മൈക്രോസ്കോപ്പിന്? ഒന്ന് വായിച്ചു നോക്കാം. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്, ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഐ പീസ്, ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ഒക്കെ വായിച്ചു നോക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മൈക്രോസ്കോപ്പിൽ ഐ പീസിന്റെ വലിപ്പം എന്തിനേക്കാളും കൂടുതലായിരിക്കും ഒബ്ജക്റ്റീവിനെക്കാളും. അപ്പോ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഐ പീസിന്റെ ഫോക്കസ് ദൂരം ഒബ്ജക്റ്റീവിനേക്കാൾ കൂടുതൽ, അതാണ് കറക്റ്റ് ഉത്തരം കേട്ടോ. പക്ഷെ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൽ നേരെ തിരിയും, അപവർത്തന ടെലസ്കോപ്പിൽ നേരെ തിരിയും. ഒന്ന് നോക്കാം ജസ്റ്റ്. അപവർത്തന ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രശ്നം തിരഞ്ഞെടുക്കുക. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞു, അപവർത്തനത്തില് ദ ഫോക്കൽ ലെങ്ത് ആൻഡ് ദ അപ്പർച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഷുഡ് ബി ഗ്രേറ്റർ, വലുതായിരിക്കണം. മൈക്രോസ്കോപ്പിൽ നേരെ തിരിച്ച്, ടെലസ്കോപ്പിൽ ഇപ്പുറത്ത്. ഫസ്റ്റ് ഓപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ഒഫ്താൽമോളജിസ്റ്റ് പ്രിസ്ക്രൈബ്ഡ് എ ലെൻസ് വിത്ത് എ പവർ ഓഫ് +4D. പവർ എത്രയാണ്? +4 ആണ്. വാട്ട് കൈൻഡ് ഓഫ് എ ലെൻസ് ഇസ് ദിസ്? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിലാണ് പവർ പോസിറ്റീവ് ആവുക, ആണോ അല്ലേ? ഫോക്കൽ ലെങ്ത് പോസിറ്റീവായ ലെൻസ് ഏതാണ്? ഫോക്കൽ ലെങ്ത് പോസിറ്റീവായ ലെൻസ് ഞാൻ പറഞ്ഞ പോലെ കോൺവെക്സ് ലെൻസ് ആണ്. ഏതാണടാ? കോൺവെക്സ് ലെൻസ് ആടാ, ആണോ അല്ലേ? ആണ്. ഇനി ഫോക്കൽ ലെങ്ത് മൈനസ് ആയ ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. അപ്പോ പവർ പ്ലസ് ആണെങ്കിൽ അത് കോൺവെക്സ് ആണ്, പവർ മൈനസ് ആണെങ്കിൽ അത് കോൺകേവ് ആടാ. സോ ഇത് ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആടാ. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്, അത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പവർ ഈസ് ഈക്വൽ ടു 1/f എന്നുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പവർ വന്നിട്ടുണ്ട് 4 ഈസ് ഈക്വൽ ടു 1/f, f ഈസ് ഈക്വൽ ടു 1/4. എത്ര കിട്ടുക? 1/4 എത്ര കിട്ടും ചെയ്ത് നോക്കിയിട്ട് ഉത്തരം പറയാട്ടോ. ഫോക്കൽ ലെങ്ത് f 1/4 എത്ര കിട്ടും എന്നുള്ളത് പോയിന്റ് സംതിങ് ആണ് കിട്ടുക, 0.2 സംതിങ് ആണ് കിട്ടുക. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് മെല്ലെ എനിക്കൊരു ഉത്തരം പറഞ്ഞു തരാം. ഓക്കെ, മെല്ലെ ഒരു ഉത്തരം പറഞ്ഞു തരാം. 0.2 സംതിങ് ആണ് കിട്ടുക. ഉത്തരത്തിൽ കമന്റ് ചെയ്യാട്ടോ. ഇങ്ങനെ അത് കാണാം. അപ്പൊ ഇതിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാട്ടോ, നിങ്ങൾ നോക്കിക്കോ. അടുത്തത്, the magnification of a convex lens is given as 0.25 minus 0.25. Write the characteristics of the image. Magnification equation. ആവർത്തനം -0.25 ആണെന്ന് തന്നിരിക്കുന്നു. പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എഴുതുക. m is equal to hi/ho ആണ് ഇക്വേഷൻ, ആണോ അല്ലേ? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ho എപ്പോഴും ഓൾവേസ് പോസിറ്റീവ്. ഇപ്പൊ മാഗ്നിഫിക്കേഷൻ മൈനസ് ആവണമെങ്കിൽ HI എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. HO എപ്പോഴും പോസിറ്റീവ് ആണ്. HI നെഗറ്റീവ് ആവുന്ന കേസ് ഏതാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷത ഏതാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, യഥാർത്ഥം തലതിരിഞ്ഞ്. പിന്നെ മലയാളം ചിലപ്പോൾ തെറ്റുണ്ടാവും, ഞാൻ ഇംഗ്ലീഷ് മീഡിയം, അപ്പോൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. മെല്ലെ പോവാ. പ്രതിബിംബത്തിന്റെ ഉയരം, ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ഹൗ മെനി ടൈംസ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്? മാഗ്നിഫിക്കേഷൻ 0.25 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ശരി ആൻസർ 4 ടൈംസ് ആണ്. 4 ടൈംസ് ആണ്. നിങ്ങളും ചെയ്ത് നോക്കിയാൽ മതി. 4 ടൈംസ് കിട്ടാം. മാഗ്നിഫിക്കേഷൻ 1.25 കാണിച്ചാല് നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം, പക്ഷെ 0.25 കാണിച്ചാല് നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം 1/4 ആയിക്കാരം. അപ്പൊ 4 ടൈംസ് ആണ്. 1/4 ആണ് 0.25, അപ്പൊ 4 ടൈംസ് ആണ് കേട്ടോ. ചോദ്യം ജസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്തത്, റീഡിംഗ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണത്തെ രേഖാചിത്രം വരയ്ക്കുക. എടാ, റീഡിംഗ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസ് ആട്ടോ. റീഡിംഗ് ലെൻസ് പറഞ്ഞാലേ വലുതായിട്ടല്ലേ കാണേണ്ടത്? അപ്പൊ നമ്മൾ ഏത് ഉപയോഗിക്കുക? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഇനി ഞാൻ വരച്ചു കേട്ടോ. റീഡിംഗ് ലെൻസിനെ ഇങ്ങനെ വരച്ച് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജാ കിട്ടേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക എവിടെയാണ് വരേണ്ടത്. ഇത് O, ഇത് F, ഇത് 2F, ഇതും F, ഇതും 2F. ബിറ്റ്വീൻ F ആൻഡ് ലെൻസിന്റെ ഇടയിൽ വെക്കുക. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. നോക്കോ, ഞാൻ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക.
ഇതും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു ഇമേജ് കിട്ടും. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് വരിക. ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിന്റെ ഇടയിലാണ് റീഡിംഗ് ലെൻസ് അറിയുമ്പോൾ ഇമേജ് പക്ഷേ ഒബ്ജക്റ്റ് വെക്കേണ്ടത്. അപ്പൊ ഇമേജ് എവിടെ കിട്ടുക എന്നുള്ള കറക്റ്റ് നിങ്ങൾ വരയ്ക്കുക. ഇത് എനിക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടല്ല കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ കറക്റ്റ് നോക്കുക എവിടെ കിട്ടുക എന്നുള്ളത്. വെർച്വൽ കറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഇമേജ് ഫോർമേഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. നോക്കുക, ചെയ്യുക, വരയ്ക്കുക. റീഡിംഗ് ലെൻസിന് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഈ ഒബ്ജക്റ്റ് വെക്കേണ്ട എവിടെയാണ് വരയ്ക്കുമ്പോൾ എഫ് ആൻഡ് ലെൻസ്, ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് is 20 cm. When the object is placed in front of it, a real and inverted image of the size as the object is formed. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 cm ആണ്. എഫ് 20 cm. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ്, യെസ്. പിന്നെ വെൻ എൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ സെയിം സൈസ് ആണ് കിട്ടുന്നത്. ഏതാ കിട്ടുന്നത്? സെയിം സൈസ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു റിയൽ ഇമേജ് സെയിം സൈസാണ് കിട്ടുന്ന കോൺവെക്സ് ലെൻസ്. ഈസി പോസിബിൾ ഇമേജ് ഓൺ ദ സ്ക്രീന് വൈ കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. ഹൗ ഫാർ ഈസ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്? യു ആണ് കാണാൻ പറഞ്ഞിരിക്കണേ. എന്താ കാണാൻ പറഞ്ഞിരിക്കണേ? യു. ഹൗ ഫാർ ഈസ് ദ ഒബ്ജക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കണത്. യു ആണ് കാണാൻ പറഞ്ഞിരിക്കണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി തരാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ സെയിം സൈസ് ആസ് ഒബ്ജക്റ്റ് ഈസ് ഫോംഡ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് സ്വന്തം വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കാണാം. ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. ഹൗ ഫാർ ഈസ് ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്. അപ്പൊ യു ആണ് കാണേണ്ടത്. എന്താ കാണേണ്ടത്? യു ആണ് കാണേണ്ടത്. സോ അതൊന്ന് കാണാം. അടുത്ത ചോദ്യം ബി ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇറ്റ് പോസിബിൾ ടു ഫോം ദിസ് ഇമേജ് ഓൺ ദ സ്ക്രീൻ? സ്ക്രീനിൽ കാണാൻ കഴിയില്ല. കാരണം എന്താ? റിയൽ ആൻഡ് ഇൻവേർട്ടർ ആണ്. റിയൽ ആൻഡ് ഇൻവേർട്ടർ ആയ എന്താണ്? സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജസിന് എന്താ വിളിക്കുക? റിയൽ ആൻഡ് ഇൻവേർട്ടർ എന്ന് വിളിക്കുക. ഉറപ്പായിട്ടും കിട്ടും. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. മാഗ്നിഫിക്കേഷൻ 1 ആയിരിക്കൂലേ? മാഗ്നിഫിക്കേഷൻ 1 ആണ്. കാരണം എന്താണ്? when an object is placed in front of it and സെയിം സൈസ് ഒബ്ജക്റ്റിന്റെ അതേ വലിപ്പത്തിൽ എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. HI/HO 2 ഈക്വൽ ആണെച്ചാൽ മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. അവിടെ തന്നെ 2 ഈക്വൽ ആണെച്ചാൽ എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. ഇത് എവിടെ പൊസിഷൻ എവിടെ വെക്കുന്നത്? ഇതിന്റെ പൊസിഷൻ എവിടെയാണ്? അറ്റ് 2F ആണ്. അപ്പോഴാണ് കറക്റ്റ് 2F തന്നെ തിരിച്ചു കിട്ടുക. 2F വെച്ചാലാണ് എവിടെ തന്നെ അതേ സൈസിലും സെയിം സൈസിൽ റിയൽ ഇൻവെർട്ടർ കിട്ടുക. എവിടെ തന്നെ കിട്ടുക? 2F തന്നെ. അതാണ് പൊസിഷൻ അവിടെ 2F അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ടു ആട്ടോ, നോയിക്കോ. അപ്പോ ഞാൻ ഒരു ക്ലൂ വന്നിക്കണേ. 2F ആണ്. 2 × F കണ്ടെത്തിക്കോ. സിമ്പിളാ. The focal length of a lens is 10 cm if an object is placed at a distance of 15 cm. Focal length F 10 cm. If the object is placed at a distance of U 15 cm. U 15 cm. The focal length of a lens is 10 cm if an object is placed at a distance of 15 cm. How far should be the screen be placed to get a real image? റിയൽ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രീൻ എത്ര ദൂരത്തായിരിക്കും വെച്ചിരിക്കേണ്ടതെന്നുള്ളത്. ഇപ്പൊ എന്താ കാണേണ്ടത്? വി അല്ലേ കാണേണ്ടത്? റിയൽ ഇമേജാ കിട്ടേണ്ടത്. അപ്പൊ എന്താ? വി ആണ് കാണേണ്ടത്. ഇക്വേഷൻ എന്താ? V = UF/U+F ആണോ? അല്ലേ? V = UF/U+F. അപ്പൊ ശ്രദ്ധിച്ചു കാണാം. V = UF/U+F. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. Just if the height of the image formed on the screen is 2 cm, what is height of the object? ഹൈറ്റ് 2 cm ആണെങ്കിൽ പിന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 2 cm ആണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളെ ചോദ്യം വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ V കണ്ടെത്തി കഴിഞ്ഞാൽ V/U = HI/HO ഉപയോഗിച്ചിട്ട് കാണാം. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. V/U = HI/HO. കറക്റ്റ് ഇക്വേഷൻ വന്നിട്ടുണ്ട്. V = UF/U+F. അടുത്തത് V/U = HI/HO. ഇവിടെ നിങ്ങൾ V കാണുന്നു. V-നെ കാണാൻ പറ്റില്ല. V-നെ കാണാൻ പറ്റില്ല. U നിങ്ങൾക്ക് അറിയാം. HI/HO. അതിൽ എന്താ അറിയാം നിങ്ങൾക്ക്? HI അറിയാം, U അറിയാം, V അറിയാം, HI അറിയാം. ഇപ്പൊ HO കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ട കാര്യമില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് ഒറ്റയ്ക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി ഇത് അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് given below. കംപ്ലീറ്റ് ദ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റ് എവിടെ? ബിയോണ്ട് 2F ആണ്. ബിയോണ്ട് 2F ആണെങ്കിൽ ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് എവിടെ കിട്ടുന്നത്? ബിറ്റ്വീൻ F and 2F. ബിയോണ്ട് 2F ആണെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ കിട്ടുന്നത്? ബിറ്റ്വീൻ F and 2F. അത് കാണാപ്പാടെ എനിക്ക് അറിയാം കേട്ടോ. ഹക്ക് എനിക്ക് കാണാപ്പാടാം. ഇമേജ് വോയിസിനൊക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കണം. മനപ്പാടാവും. അതൊന്ന് സെറ്റാണ്. അപ്പോൾ ബിറ്റ്വീൻ F and 2F കിട്ടുക റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കാണാൻ ടു ദ ഇമേജ്.
വി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യു അറിയാം, യു 30 സെന്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് എഫ് 10 സെന്റിമീറ്റർ ആണ്. -10 -30. ഇക്വേഷൻ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. വി ഈക്വൽ യു എഫ് ഡിവൈഡ് ബൈ യു പ്ലസ് എഫ്. ഇതിലിട്ട് ചെയ്തൂടെ? കണ്ടാൽ പോരെ? അത് കാണാം, ഒന്ന് ചെയ്യാം. പിന്നെ കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ HI/HO കാണാനാണ്. പിന്നെ HI/HO ആണ് ഇക്വേഷൻ. അല്ലെങ്കിൽ M is equal to V/U എന്ന് കണ്ടാലും മതി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. വി നിങ്ങൾ കണ്ടുപിടിക്കുക, യു നിങ്ങൾക്ക് ഇവിടെ അറിയാം -30 ആണ്. ഞാൻ പറഞ്ഞു വീക്കുള്ള ഇക്വേഷൻ UF/U plus F ആണ്. ഓക്കെ അല്ലേ? സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് കണ്ടെത്തിയാൽ മതി. ഇതൊക്കെ സിമ്പിളാണ്. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് 4 സെന്റിമീറ്റർ, വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്? 4 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എങ്കിൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ളത് വിയും യുവും കണ്ടെത്തി. വി ഞാൻ വീണ്ടും പറയുന്ന ഇക്വേഷൻ V/U is equal to HI/HO ഉപയോഗിക്കുക. നാലാമത്തേല് വിയും യു നിങ്ങൾ കണ്ടെത്തും. HIയും തന്നിക്കണ്, 4 തന്നിക്കണ്. എന്നിട്ട് HO കണ്ടെത്താൻ സുഖമല്ലേ? ഇതൊക്കെ നമ്മൾ കുറെ ചെയ്ത് പഠിച്ചാണ്. നേരം കളയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മെല്ലെ അടുത്തേക്ക് പോവാ. നമുക്കിപ്പോ കുറെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാണ് വേണ്ടത്. സോ അതൊന്നും നിങ്ങൾ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്ലൈഡ് വിട്ട് തരും. അപ്പൊ ഈ പേജിലൊന്ന് മൊബൈലൊന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ബുക്കിൽ എവിടെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അല്ലേ, നമ്മളീ നോക്കാൻ പോണത് വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് എന്നുള്ള പാഠത്തിലെ ഒരു ചോദ്യമാണ്. നോക്കിക്കോ, ഈ ചോദ്യത്തില് കറക്റ്റ് നിങ്ങൾ നോക്കുക. വിബ്ജിയോർ ഏറ്റവും മുകളിൽ വരേണ്ടത് വേവ് ലെങ്ത് കൂടിയ ലൈറ്റ്, പിന്നെ അതിൽ കുറഞ്ഞത്, പിന്നെ അതിൽ കുറഞ്ഞതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. അടിയറിന്റെ റെഡ് ആണ്, ഇത് ഫസ്റ്റിന് തെറ്റാണ്. സെക്കൻഡ് നോക്കുക, വയലറ്റ് ആദ്യം വന്നു, പിന്നെ ഗ്രീൻ വന്നു, പിന്നെ യെല്ലോ വന്നു. കറക്റ്റ് അല്ലേടാ? കറക്റ്റ് ആണ്. സോ ഇനി അടുത്തത് നോക്കുക. വയലറ്റ് വന്നു, റെഡ് വന്നു, ഗ്രീൻ വന്നു. അങ്ങനല്ല വരുന്നത്. പിന്നെ ഗ്രീൻ വന്നു, യെല്ലോ വന്നു, റെഡ് വന്നു. അപ്പോ 2ഉം 4ഉം കറക്റ്റ് ആണ്. 2ഉം 4ഉം കറക്റ്റ് ആണ്. കറക്റ്റ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. 2ഉം 4ഉം കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത്, ദ കളേഴ്സ് ഓഫ് ദ ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ വെൻ ഡിഫറെന്റ് കളർഡ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ വേരിയസ് പ്രിസം ആർ ഗിവൺ. ഇതിൽ ഏതാ കറക്റ്റ്? യെല്ലോ എന്തോ കുടിച്ചതുണ്ടാവണത്. യെല്ലോ എന്തോ കുടിച്ചതാണോ? റെഡും ഗ്രീനും കുടിച്ചത് എന്താണോ യെല്ലോ ഉണ്ടാവണത്. ഇത് കറക്റ്റ് ആണോ? ഇത് തെറ്റ്. റെഡും ബ്ലൂവും കൂടി ചേർന്ന് മജന്ത ഉണ്ടാവണത്. ഇവിടെ യെല്ലോ അത് പൊട്ട തെറ്റാ. മജന്ത എന്ന് കൂടി ചേർന്ന റെഡും ബ്ലൂ ആണ്. മുകളിൽ റെഡ് വരണം, അടിയിൽ ബ്ലൂ വരണം. വെയിലെന്ത് കൂടിയത് മുകളിലും അടിയിൽ വെയിലെന്ത് കുറഞ്ഞതും വരണം. മുകളിൽ റെഡ്, അടിയിൽ ബ്ലൂ. കറക്റ്റ്. ഇനി അടുത്തത് സൈൻ എന്ത് കൂടി ചേർന്നതാണത്? ബ്ലൂവും ഗ്രീനും. അടിയിൽ ഗ്രീൻ വരണം. വിബ്ജിയോർ. ഇതും കറക്റ്റ് ആണ്. അടുത്ത ഇത് യെല്ലോ, ഗ്രീൻ, റെഡും. ഗ്രീൻ എല്ലാം മുകളിലുണ്ട്, റെഡ് മുകളിൽ വരുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ഉത്തരം 2 and 3 ആണ് കേട്ടോ. ഉത്തരം ഏതാണ്? 2 and 3 ആണ്. ഇനി ഇത് നോക്കാം. ദ റേസ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആർ ഗിവൺ. സെലക്ട് ദ വൺ റിട്ടൺ ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂടിയെന്ന് കുറഞ്ഞേക്കുള്ള എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസിംഗ് ഓർഡറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെലക്ട് ദ വൺ റിട്ടൺ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ഇൻക്രീസിംഗ് ഓർഡർ, വേവ് ലെങ്ത് കൂടിയെന്ന് കുറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടില്ല. വേവ് ലെങ്ത് കൂടിയെന്ന് കുറഞ്ഞിട്ടില്ല. ഇൻക്രീസിംഗ് ഓർഡർ. സോ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ ഉത്തരം ഏതാണെന്നുള്ള ഒന്ന് നോക്കുക നിങ്ങളെ. ഫസ്റ്റ് ഗാമ എക്സ്, ഇതൊരു കോഡാണ്. GXUV ഇൻ റോഡ്. ഞാൻ അതിങ്ങനെ പഠിക്കുക. ഗാഡി XUV ഇൻ റോഡ്. ഞാൻ അതിങ്ങനെ പഠിച്ചില്ല. ഗാഡി വെഹിക്കിൾ, XUV ഇൻ റോഡ്. എക്സ്റേ, U അൾട്രാവയലറ്റ്, V വിസിബിൾ, I ഇൻഫ്രാറെഡ്, IN ഇൻഫ്രാറെഡ്, R റേഡിയോ. അപ്പൊ ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ ഗാമയാണ്. പിന്നെ ഏതാണ്? എക്സ്റേ ആണ്. പിന്നെ അൾട്രാവയലറ്റ് ആണ്. പിന്നെ വിസിബിൾ ആണ്. പിന്നെ ഇൻഫ്രേ ആണ്. പിന്നെ ഏതാണ്? റേഡിയോ ആണ്. അപ്പോ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ നോക്കുക. ഗാമ ഇൻഫ്രാറെഡ് വിസിബിൾ ലൈറ്റ് റേഡിയോ, ഗാമ ഇൻഫ്രാറെഡ് വിസിബിൾ ലൈറ്റ് റേഡിയോ. അത് വരില്ല, ഒന്നും വരൂല. അടുത്തത് റേഡിയോ ഇൻഫ്രാറെഡ് എക്സ്റേ ഗാമ, റേഡിയോ ഇൻഫ്രാറെഡ് എക്സ്റേ ഗാമ. പിന്നെ അടുത്തത് എക്സ്റേ ഗാമ ഇൻഫ്രാറെഡ് റേഡിയോ, എക്സ്റേ ഗാമ ഇൻഫ്രാറെഡ് റേഡിയോ. ഇതും വരില്ല. ഇനി അടുത്തത് അൾട്രാവയലറ്റ് വിസിബിൾ ഇൻഫ്രാറെഡ് റേഡിയോ, അൾട്രാവയലറ്റ് വിസിബിൾ ഇൻഫ്രാറെഡ് റേഡിയോ. ഇതും വരില്ല. അൾട്രാവയലറ്റ് വിസിബിൾ ഇൻഫ്രാറെഡ് റേഡിയോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഏതാണ്? ഇതിലെ വേവ് ലെങ്ത് കൂടിക്കൂടിയാണ് വരേണ്ടത്. അപ്പോൾ റേഡിയോ വേവ് ലെങ്ത് കൂടിക്കൂടിയാണ് വരേണ്ടത്. ആദ്യം റേഡിയോ വന്നു, പിന്നെ ഇൻഫ്രാറെഡ് വന്നു, പിന്നെ എക്സ്റേ വന്നു, പിന്നെ ഗാമ വന്നു. അപ്പോൾ ഓപ്ഷൻ 2 ഒള്ളിയല്ലേ കറക്റ്റ്. ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ പറയണം. ഇൻക്രീസിംഗ് ഓർഡർ, ഡിക്രീസിംഗ് ഓർഡർ പറഞ്ഞാൽ വേവ് ലെങ്ത്
കുറഞ്ഞേന്ന് കൂടിയെന്ന് കുറഞ്ഞേക്ക് ഇംഗ്ലീഷ് ഓർഡർ എന്നാൽ കുറഞ്ഞേന്ന് കൂടിയേക്കല്ലേ എഴുതേണ്ടത് ആണോ അല്ലേ ആണ്. അപ്പൊ ഉത്തരം ഇതാണ് റേഡിയോ ഇൻഫ്രാറെഡ് എക്സ്റേ ഗാമയാണ്. ഓക്കെ റൈറ്റ് ഇതൊന്ന് ഇൻക്രീസിങ് ഓർഡർ. പിന്നെ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ വികിരണങ്ങളെ തരംഗദൈർഘ്യം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാം. തരംഗദൈർഘ്യം കൂടി വരിക. ആദ്യം റേഡിയോ വന്നു, പിന്നെ ഇത് വന്നു, ഇൻഫ്രാറെഡ് വന്നു, എക്സ്റേ വന്നു, ഗാമ വന്നു. കൂടിക്കൂടിയല്ല വന്നത്. അപ്പോ റേഡിയോ, ഇൻഫ്രാറെഡ്, എക്സ്റേ, ഗാമ. സെറ്റ്. ഓക്കെ നെക്സ്റ്റ് ലെറ്റ്സ് ഗോ. അപ്പൊ ഓപ്ഷൻ 2 ഓൺലി കറക്റ്റ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ദ കളേഴ്സ് റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ ആർ കോൾഡ് പ്രൈമറി കളേഴ്സ് ആണ്. റെഡും ഗ്രീനും പ്രൈമറി കളേഴ്സ് ആണ്, പ്രാഥമിക വർണ്ണങ്ങളാണ്. നോട്ട് ഓൺലി വൈറ്റ് ബട്ട് ഓൾ അതർ കളേഴ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ. നോട്ട് ഓൺലി വൈറ്റ് ബട്ട് ഓൾ കളേഴ്സ് റെഡിനും ഗ്രീനും ബ്ലൂവും ബാക്കി കളേഴ്സ് ഉണ്ടാക്കൂടെ, യെല്ലോ ഉണ്ടാക്കാം, ഷൈൻ ആക്കാം, മറ്റൊന്നും ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് റീസൺ. ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ സെറ്റ്. പ്രസ്താവന പച്ച ചെറുപ്പം വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ വിളിച്ചു ചുവപ്പ് പച്ച ഉപയോഗിച്ചിട്ട് നീല ഉപയോഗിച്ച് ബാക്കി വർണ്ണങ്ങൾ ഉണ്ടാക്കാം. സോ പ്രസ്താവനയും കാരണവും ശരിയാണ്, കാരണം പ്രസ്താവന ശരിയായ വിസ്തീർണമാണ്. സെറ്റ് കേട്ടോ. ഇനി മജന്ത ഇസ് എ ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ദ സർഫേസ് ഷോൺ ഇൻ ദ പിക്ചർ. ചിത്രം പൂർത്തിയാക്കാൻ. ഞാൻ പറഞ്ഞു മജന്ത പറയുമ്പോൾ എന്താ റെഡും ബ്ലൂവും ചെയ്യുന്നതാണ്. റെഡ് മുകളിലും വരണം, വീലത് കൂടുതൽ ബ്ലൂ അടിയിലും വരണം. ഫില്ലാക്കി. വാട്ട് ഇസ് ഫിനോമിനൻ ഹാപ്പനിങ് ഹിയർ? ഇവിടെ എന്താ നടക്കുന്നത്? ഞാൻ പറഞ്ഞു പ്രിസത്തിലുള്ള എന്താ നടക്കുക? ഡിസ്പേഴ്സൺ ആണ്, പ്രകാശ പ്രകീർണനാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം ഡിസ്പേഴ്സൺ എന്താണെന്നുള്ളത്. വേറൊന്നുമില്ല. സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ്. വൈറ്റ് ലൈനെ സ്പ്ലിറ്റ് ചെയ്യുക. ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ എന്താ പറയുക? ഡിസ്പേഴ്സൺ എന്ന് പറയാം, പ്രകാശ പ്രകീർണനം എന്ന് പറയാം. ഇനി അടുത്തത് ഇൻവാട്ടുകൾ. ഇത് മറ്റേ ട്രാൻസ്ഫർ എന്നുള്ള ചോദ്യം കേട്ടോ, ഫിൽറ്റർ വെച്ചിട്ടുള്ള മജന്തേനെ ഞാൻ ഗ്രീനിക്ക് വിടുകയാണ്. ഗ്രീൻ എന്തൊക്കെ ചേർന്നുണ്ടാവണത്? സോറി, ഗ്രീൻ ഒരു പ്രൈമറി കളർ. എന്തൊക്കെ ചേർന്നാലാണ്? ഗ്രീൻ പ്രൈമറി കളറാണ്. മജന്ത പറയുമ്പോൾ എന്തൊക്കെ കൂടി ചേർന്നുണ്ടാവണത്? അപ്പോ നമ്മൾ ഇനി നോക്കാൻ പോണത് ഈ ഒരു ചോദ്യമാണ്. ഇതാ ഫിൽറ്ററിന്റെ ചോദ്യമാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക, മജന്ത എങ്ങോട്ടാ പോകുന്നത്? ഗ്രീൻ ഫിൽറ്ററിലോട്ട്. മജന്ത കൂടി ചേർന്നുണ്ടാവണത് റെഡും ബ്ലൂവും. നമ്മുടെ ഡാർക്കാ വരിക. കാരണം എന്താ? ഗ്രീനിലൂടെ ഈ രണ്ട് കളറും കടന്നു പോകുമല്ലോ. ഗ്രീൻ പ്രൈമറിയാണ്, ഗ്രീനും കൂടെ ഗ്രീനും അല്ലെങ്കിൽ ഇതേ കടന്നു പോകുള്ളൂ, ഗ്രീനിന്റെ സെക്കൻഡറി കളറേ കടന്നു പോകുള്ളൂ. അപ്പൊ ഇവിടെ ഡാർക്കാ വരിക. ഇനി സയൻ ഫിൽറ്ററിലൂടെ കടന്നു പോകണം. അടുത്ത ഏതാണ്? മജന്ത സയൻ ഫിൽറ്ററിലൂടെ കടന്നു പോവാണ്. ഏത് ഫിൽറ്ററിലൂടെ? സയന്. നോക്കട്ടോ, സയൻ എന്താ കൂടി ചേർന്നുണ്ടാവണത്? ബ്ലൂവും ഗ്രീനും. പുറത്ത് ഏതാ വരിക? ബ്ലൂ. രണ്ടും കോമൺ ആണ്. അപ്പൊ ഏതാ വരിക? ഇവിടെ ബ്ലൂ ആ വരിക. ബ്ലൂ. നീല ഇരുണ്ട തട പുറത്തേക്ക് വരിക. ഇനി ബ്ലൂ. ഇനി അടുത്തത് പോണ കളർ ബ്ലൂ ആണ്. പോണ കളർ ഏതാണ്? ബ്ലൂ ആണ്. പോണ കളർ ബ്ലൂ ആണെങ്കിൽ ഗ്രീനിൽ കൂടെ പോണത് ഡാർക്ക് ആയിട്ടേ വരുള്ളൂ. പ്രൈമറി കടന്നു പോലെ ഡാർക്ക് ആയിട്ടേ വരുള്ളൂ. അത് ഓക്കെ. അടുത്തത് സൈനിൽ കൂടെ. സൈൻ ഏത് വരുന്ന കൂടി ചേർന്നതാണത്? ഗ്രീനും ബ്ലൂവും. പുറത്തേക്ക് ഏതിനെ വരുള്ളൂ? ബ്ലൂ തന്നെ വരുള്ളൂ. ഇത് രണ്ടും ഒരേ മാതിരി ആയാലോടെ മക്കളെ. ഇനി അടുത്തത് ഇവിടെ നീല തന്നെ വരുള്ളൂ. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. നീ എല്ലായിടത്തേലോട്ട് പോവാ. സം ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഐ ഡിഫെക്ട്സ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. ചെക്ക് ദ കറക്ഷൻ ആൻഡ് കറക്റ്റ്. ഇത് കുറച്ച് ഐ ഡിഫെക്ട്സ് കൊടുത്തിരിക്കണം, അതിന്റെ കാരണങ്ങൾ കൊടുത്തിരിക്കണം. ആ കാരണങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് സൈറ്റഡ്നെസ്സിന് ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. ആണോ? അല്ല, ഫാർ പോയിന്റ് ഈസ് നോട്ട് അറ്റ് ഇൻഫിനിറ്റി. അപ്പൊ ഇതുണ്ടത് ഫാർ പോയിന്റ് നോട്ട് അറ്റ് ഇൻഫിനിറ്റി ആണോ? അല്ല. സൈസ് ഓഫ് ദ ഐബോൾ ഇസ് ബിഗ്. കാരണം ഷോർട്ട് സൈറ്റിന് ഐബോളിന്റെ സൈസ് എന്തായിരിക്കും? വലുതായിരിക്കും. കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്. ഇനി ലോങ് സൈറ്റ്നെസ് നിയർ പോയിന്റ് മോർ ദാൻ 25 സെന്റിമീറ്റർ ആണ്. നിയർ പോയിന്റ് മോർ ദാൻ കറക്റ്റ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെങ്ത് ഈസ് ഷോർട്ട് ആണോ? ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈസ് ഷോർട്ട് അല്ലേ? ലെൻസിന്റെ പവർ അല്ലടാ, അത് കറക്റ്റ് അല്ല. ഫോക്കൽ ലെങ്ത് ഷോർട്ട് അല്ല. ഫോക്കൽ ലെങ്ത് കൂടിയാലേ ലെൻസിന്റെ പവർ കുറയുള്ളൂ. അതായത് പവർ ഈസ് ഈക്വൽ ടു 1/f എന്നാണ്. ലെൻസിന്റെ പവർ ഈസ് ഈക്വൽ 1/f എന്നാണ്. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോക്കൽ ലെങ്ത് കുറഞ്ഞാലേ പവർ കൂടുള്ളൂ. ഫോക്കൽ ലെങ്ത് കൂടണം. ഫോക്കൽ ലെങ്ത് ഷോർട്ട് അല്ല. ലോങ് സൈറ്റിന് ലെൻസിന്റെ പവർ കുറയുകയാണ് വേണ്ടത്. ലെൻസിന്റെ പവർ എന്ത് ചെയ്യേണ്ടത്? കുറയുകയാണ് വേണ്ടത്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? ലാർജ് ആയിരിക്കണം. ലെങ്ത് കൂടുതലായിരിക്കണം, ഷോർട്ട് ആവരുത്. ഓക്കെ. ആർ പോയിന്റ് നേത്രത്തിന്റെ ഫോക്കസ് ദൂരം കുറവല്ല, കൂടുതലായിരിക്കണം. കാരണം ഇത് കൂടിയാലേ, ഫോക്കൽ ലെങ്ത് കൂടിയാലേ എന്ത് കുറയുള്ളൂ? പവർ കുറയുള്ളൂ. മനസ്സിലായോ? നോക്കോ. ഇതേമാതിരത്തെ കാരണങ്ങൾ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കിക്കോ. ഐ ഡിസീസ് അല്ലെങ്കിൽ ഐ ഡിഫക്ട് എന്നൊരു ചോദ്യം 101% ഉറപ്പാണ്. ഓക്കെ, നമുക്ക് പോവാം. ഷോർട്ട് സൈറ്റിന്റെയും ലോങ് സൈറ്റിന്റെയും കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. സൈസ് ഓഫ് ദ ഐബോൾ ബിഗ് ആണ്. പവർ ഓഫ് ദ ലെൻസ് ലെസ് അല്ല, പവർ ഓഫ് ദ ലെൻസ് മോർ ആണ്.
പിന്നെ പവർ ഓഫ് ദ ലെൻസ് ഈസ് ലെസ്, കറക്റ്റ് ആണ്. പിന്നെ ക്യാൻ ബി റെക്ടിഫൈഡ് യൂസിങ് കോൺകേവ് ലെൻസ്, പറ്റില്ല. ലോങ് സൈറ്റിന് കോൺവെക്സ് വേണം. നിജമായി കോൺകേവ് പറ്റില്ല, കോൺവെക്സ് വേണം, വെക്സ് വേണം. ഇനി നേരത്തെ ലെൻസ് പവർ കുറവാണ്, അല്ല കൂടുതലാണ്. ബാക്കി രണ്ടും കുറവാണ്. ലെൻസിന്റെ പവർ കൂടുതലാണ്, നേരത്തെ ലെൻസിന്റെ പവർ കുറവാണ്, കറക്റ്റ് ആണ്. നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുതലാണ്, കറക്റ്റ് ആണ്. ശരി. നെക്സ്റ്റ് സൺലൈറ്റ് ഫാൾസ് ഓൺ ദ മൂൺ ഇൻ ദ സെയിം വൈ ഇറ്റ് ഫാൾസ് ഓൺ എർത്ത് ബട്ട് ദ സ്കൈ ഓൺ ദ എർത്ത് ഈസ് ബ്ലൂ ആൻഡ് സ്കൈ ഓൺ ദ, അതായത് സൂര്യരശ്മി എർത്ത് ഭൂമിയിലേക്ക് പതിക്കുന്ന അതേമാതിരി എവിടെ പതിക്കുന്നത്, ബഹിരാകാശത്ത് പതിക്കുന്നത്, ചന്ദ്രനില്. പക്ഷെ ചന്ദ്രനില് ആകാശത്തിന് ഇരുണ്ട നിറവും മറ്റോട് നീല നിറമാണ്. കാരണം എന്താ അറിയോ, ചന്ദ്രനില് അറ്റ്മോസ്ഫിയർ ഇല്ല. അതായത് എർത്തിൽ എന്തില്ല, അറ്റ്മോസ്ഫിയർ ഇല്ല, അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് ലൈറ്റിനെ എന്ത് ചെയ്യില്ല, സ്കാറ്റർ ചെയ്യില്ല. ലൈറ്റ് ഡസിൻഡ് സ്കാറ്റർ. അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് ലൈറ്റിന് എന്ത് ചെയ്യില്ല, ലൈറ്റ് ഡസിൻ സ്കാറ്റർ. അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് ലൈറ്റിന് എന്ത് ചെയ്യില്ല, സ്കാറ്റർ ചെയ്യില്ല ചന്ദ്രനില്. അപ്പൊ അവിടെ എന്തായി, ഡാർക്ക് ആയിട്ടുള്ളൂ. ലൈറ്റ് സ്കാറ്റർ ചെയ്താലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ, അപ്പോൾ അവിടെ ഡാർക്ക് ആയിട്ട് കാണുള്ളൂ. പക്ഷേ ഭൂമിയിൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, സ്കാറ്റർ ചെയ്യണം, വിസരണം ചെയ്യണം, അതുകൊണ്ട് എന്തായിട്ട് കാണുന്നു, നീലമായിട്ട് കാണുന്നു. ഓക്കെയാണ്, സെറ്റാണ്. ഇനി ഇത് ഒബ്സർവേഷൻ ഓഫ് എ ചൈൽഡ് വിത്ത് സൺ ഈസ് എ ഡിഫറെന്റ് പൊസിഷൻ. ഉച്ച സമയമാകുമ്പോ സൂര്യൻ എന്ത് നിറത്തിലാണ് കാണുക, വൈറ്റ് ആയിട്ടാണ് കാണാം. കാരണം എന്താ, ഇങ്ങോട്ട് ദൂരം കുറവാണ്, പക്ഷേ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുവപ്പായിട്ടാണ് കാണുക. എന്താ, ദൂരം കൂടുതലാണ്. ദൂരം കൂടുന്തോറും ബാക്കി ലൈറ്റൊക്കെ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ ബാക്കി ലൈറ്റൊക്കെ സ്കാറ്റർ ചെയ്ത് പോകും. പക്ഷേ റെഡിന് വേവ് ലെങ്ത് കൂടുതലാവുകൊണ്ട് വേവ് ലെങ്ത് കൂടുതലാവുകൊണ്ട് അത് കുറെ ദൂരം സഞ്ചരിച്ചിട്ട്, അതുകൊണ്ടാണ് വൈകുന്നേരം രാവിലെ ഉദിക്കുമ്പോൾ അസ്തമിക്കുമ്പോൾ നമുക്ക് എന്താ ചുവപ്പായിട്ട് തോന്നും. കാരണം റെഡിന് വേവ് ലെങ്ത് തരംഗദൈർഘ്യം കൂടുതലാണ്, അത് കൂടുതൽ ദൂരം സഞ്ചരിക്കും. പക്ഷേ ഉച്ച സമയത്ത് കുറച്ച് ദൂരമുള്ളൂ, ദൂരം കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ ബാക്കി ലൈറ്റ് സ്കാറ്റർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മിക്സ് ആയിട്ട് തോന്നും, വൈറ്റ് ആയിട്ട് തോന്നും. അതാണ് അതിന്റെ കാരണം അവിടെ റെഡിന് എത്ര ആളൊരു ദൂരമല്ല, റെഡ് സ്കാറ്റർ ചെയ്തില്ല, അപ്പൊ എത്ര ആളുടെ ദൂരമല്ല, ബാക്കി ലൈറ്റ് ഒക്കെ സ്കാറ്റർ ചെയ്ത് മിക്സ് ആയിട്ട് എന്താ തോന്നുന്നു, വൈറ്റ് ആയിട്ട് തോന്നുന്നതാണ്. ഡീപ് സീ അപ്പിയേഴ്സ് ബ്ലൂ. ഡീപ് സീ എന്തുകൊണ്ട് അപ്പിയേർഡ് ബ്ലൂ ആവുന്നത്, ഡീപ് സീയിൽ അടിയിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. സ്കാറ്റർ ചെയ്ത് നമുക്ക് എന്തായിട്ട് ഫീൽ ആവും, ബ്ലൂ ആയിട്ട് ഫീൽ ആവും. ഡീപ് സീന്റെ അടിയിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, സ്കാറ്റർ ചെയ്ത് എന്തായിട്ട് ഫീൽ ആവും, ബ്ലൂ ആയിട്ട് ഫീൽ ആവും. അത് ആകെ സ്കാറ്റർ ചെയ്യും പാർട്ടിക്കിൾസ് തട്ടിയിട്ട്, വിസരണം. ഓക്കെ, അടുത്തത് ദി ഇമേജ് ഫോംഡ് ബൈ എ പേഴ്സൺസ് ഐ ഇൻ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആർ ഷോൺ. കണ്ടോട്ടോ, ഇത് കണ്ടിട്ട് ഏതാ പറയ്, ഷോർട്ട് സൈറ്റ് അല്ലേ ഇത്, മയോപ്പി അല്ലേ, ഹ്രസ്വദൃഷ്ടി അല്ലേ, ആണ്. ഷോർട്ട് സൈറ്റ്. സൊല്യൂഷൻ എന്തുപയോഗിക്കുക, കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. 2 റീസൺസ്, ഐബോള് ലാർജ് ആയിരിക്കും, ലെൻസ് ഓഫ് ദ പവർ ലെൻസ് മാറ്റി പറഞ്ഞ കേട്ടോ, പവർ ഓഫ് ദ ലെൻസ് കൂടുതലായിരിക്കും, ലെൻസിന്റെ പവർ കൂടുതലായിരിക്കും, കൃഷ്ണമയുടെ വലിപ്പം കൂടുതലായിരിക്കും. സെറ്റ്. ഇതേമാതിരി ലോങ് സൈറ്റിനെ പ്രതീക്ഷിച്ചോട്ടോ, അടുത്തത് എക്സ്പ്ലെയിൻ വിത്ത് റീസൺസ്. ദ പാത്ത് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ സസ്പെൻഷൻ ക്യാൻ ബി ക്ലിയർലി സീൻ. എന്തുകൊണ്ടാ, ദ പാത്ത് ഓഫ് എ ലൈറ്റ് പാസിംഗ് ത്രൂ എ സസ്പെൻഷൻ ക്യാൻ ബി ക്ലിയർലി സീൻ. ഒരു സസ്പെൻഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് തട്ടി അത് എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്യും. അതുകൊണ്ട് പാത്ത് കറക്റ്റ് കാണും. ഇതിനെന്താ പറയാ, ടിൻഡൽ എഫക്റ്റ് എന്നാ പറയാ, മറക്കല്ലേ കേട്ടോ, ടിൻഡൽ എഫക്റ്റ്. ഇനി അടുത്തത്, ദ സ്കൈ യൂഷ്വലി അപ്പിയേഴ്സ് ബ്ലൂ. എന്തുകൊണ്ടാ, ലൈറ്റ് എല്ലാ പാർട്ടിക്കിൾസുമേയും തട്ടിയിട്ട് സ്കാറ്റർ ചെയ്ത് അതായത് വേവ് ലെങ്ത് കുറവുള്ള ലൈറ്റൊക്കെ സ്കാറ്റർ ചെയ്ത് എന്താവും, റെഡ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കളറും സ്കാറ്റർ ചെയ്ത് നമുക്കൊക്കെ മിക്സ് ആയിട്ട് എന്തായിട്ട് തോന്നും, നമ്മളെ കണ്ണിൽ ഏറ്റവും സുഖമാവുന്നത് എന്തായിട്ട് തോന്നും, ബ്ലൂ ആയിട്ട് തോന്നും. നമ്മൾ കണ്ണിന് ഏറ്റവും സുഖം കാണാൻ ബ്ലൂ ആണ്. ലൈറ്റ് സ്കാറ്റർ ചെയ്ത് എല്ലാ കളറും സ്കാറ്റർ ചെയ്യും. വേവ് കുറഞ്ഞ ലൈറ്റൊക്കെ സ്കാറ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് ഫീൽ ആവും, നമുക്ക് കണ്ണിന് ഏറ്റവും സുഖമാവുകൊണ്ട് ബ്ലൂ ആയിട്ട് ഫീൽ ആവും. നെക്സ്റ്റ്, ദ കളർ ഓഫ് സൺ ആൻഡ് സൺസെറ്റ് അപ്പിയേഴ്സ് റെഡ്, യെല്ലോ, ഓറഞ്ച്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ദൂരം കൂടുതലാണ്, റെഡ് പെട്ടെന്ന് കണ്ണിക്കെത്തും, വേവ് കൂടുതലാവുകൊണ്ട്. അപ്പോ കഴിഞ്ഞു 1, 2, 3 പാഠങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി 4ാമത്തെ പാഠവുമായിട്ട് സൈനു സാർ വരും. ഓക്കെ, അണ്ടിൽ ദെൻ ബൈ. അപ്പൊ ഹലോ മക്കളെ, ഇറ്റ്സ് മീ സൈനുൽ ആഷിഖ് ബാക്ക് അഗൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 4th ഉം 5th ആണ്, അനിത് സാറിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട്. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് വേഗം ചാപ്റ്ററിലോട്ട് കിടക്കാം.
അപ്പൊ നോക്കടാ, നമുക്ക് ഇവിടെ ഒരു മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 4th ചാപ്റ്ററിന്. ഇതിലെന്താ പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക പെട്ടെന്ന്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. അതിൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ ഔട്ട് സൈഡില് മാഗ്നറ്റിക് ഫ്ലെക്സ് ഔട്ട് സൈഡിൽ നോർത്ത് ടു സൗത്തും അതേമാതിരി ഇൻസൈഡില് നോർത്ത് ടു സൗത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിങ്ങനെ വളരെ ലെങ്തി ആയിട്ട് കാണുമ്പോൾ നമുക്ക് വളരെ സംശയമായിട്ട് തോന്നും. ഒന്നുമില്ല, പറയുന്നത് ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ടില്ല. മാഗ്നറ്റിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് എന്നാണ് അല്ലെ. നോർത്ത് ടു സൗത്ത് കറക്റ്റ് ആണ്, പക്ഷെ അത് എവിടെയാ, ഔട്ട് സൈഡിൽ. അതേപോലെ വേറൊരു സ്ഥലം കൂടിയുണ്ട്, ഇൻസൈഡിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, സൗത്ത് ടു നോർത്ത്. ഈ പിക്ചർ നോക്കി എല്ലാവരും, ഇവിടെ കണ്ടോ, ഇത് ഇൻസൈഡ് ആണ്. ഈ ഇൻസൈഡിൽ സൗത്ത് ടു നോർത്ത് അല്ലേ കിടക്കുന്നത്, പുറത്തോ ഔട്ട് സൈഡിലോ നോർത്ത് ടു സൗത്ത്. അപ്പൊ ഈ കാര്യം എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതിനാണ് ഇവിടെ ഔട്ട് സൈഡ് ഇൻസൈഡ് എന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാ, ഒന്ന് ഔട്ട് സൈഡിൽ എന്താ നോർത്ത് ടു സൗത്ത്, അത് കറക്റ്റ് ആണ്. പിന്നെ ഇൻസൈഡിൽ നോർത്ത് ടു അതല്ല, ഔട്ട് സൈഡിൽ സൗത്ത് ടു അതും അല്ല. അപ്പൊ ഇൻസൈഡിൽ സൗത്ത് ടു നോർത്ത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ആണ് എന്ത് കറക്റ്റ്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ നോക്ക്. 2ാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഒരു സോളിനോയിഡിന്റെ എന്താ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതില് ഇതാണോ, അല്ല, ഇത് 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 ഒക്കെ ഒന്ന് നോക്കാം. ഇതില് ഇതാണ് കറക്റ്റ് ആൻസർ. കാരണം ഇത് നോക്ക്, ഇത് ഇൻസൈഡ്, ഇത് ഔട്ട് സൈഡ്. കറക്റ്റ് അല്ലേ? ഈ ഒരു മാഗ്നറ്റിന്റെ ലൈൻസ് ഒക്കെ നോക്ക്. അപ്പൊ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കണം. നമ്മൾ വളരെ ഒരുപാട് ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേക്കാണ്, മിക്സഡ് ആക്കിയിട്ട് എന്താ പ്രോബ്ലം സോൾവ് ചെയ്യാണ് ഇവിടെ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു പോകാൻ നേരം ഉണ്ടാവില്ല, അപ്പൊ നിങ്ങൾ വായിക്കണം. ഓക്കെ, അപ്പൊ ഈ 2ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കണേ, സോളിനോയിഡിന്റെ രണ്ടറ്റത്തും വരുന്ന എന്താ നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കടാ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു എൻഡ് ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ, അഥവാ ആ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ അവിടെ നോർത്ത് പോൾ ആണ് എന്നാണ് പറയണേ. അതേമാതിരി അവിടെ ചിലപ്പോൾ സൗത്ത് പോൾ ആണെന്ന് പറയുന്നുണ്ട്, അത് ക്ലോക്ക് വൈസ് നോർത്ത് വൈസ് അങ്ങനെ ഓരോ ഓപ്ഷൻസ് തന്നിരിക്കണേ. നമുക്കത് കറക്റ്റ് നോക്കാം. ഒരു സോളിനോയിഡിൽ കറണ്ട് ക്യാരി ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ പോവാണ്. ഇത് ഏതാ ഡയറക്ഷൻ, ഇങ്ങനെ. ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ, ആന്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നോർത്ത് ആണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോക്ക്, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ നോർത്ത് ആണെന്ന് പറഞ്ഞത്, ആണോ, അല്ല. പക്ഷെ ക്ലോക്ക് വൈസിലാണെങ്കിൽ സൗത്ത് അല്ലേ, ആണ്. ആന്റി ക്ലോക്ക് വൈസിൽ നോർത്ത് ആണെങ്കിൽ ക്ലോക്ക് വൈസിൽ സൗത്ത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാ, ഇഫ് ദ കറണ്ട് വൺ ആൻഡ് സോളിനോയിഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, നോർത്ത് പോൾ ആണ്. കറക്റ്റ് ആണ്, അതും കറക്റ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കറക്റ്റ് ഏതാ, ഒരു സെക്കൻഡും തേർഡും. അപ്പൊ ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അതേപോലെയുള്ള 2ാമത്തെ ക്വസ്റ്റ്യന് എന്താ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതില് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇതെന്താണെന്ന് ഒരു എത്തും പൊടിയും കിട്ടൂല, ഒന്നുമില്ല. ഇതിലോല് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു രീതിയിൽ നമ്മളൊരു സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ മാഗ്നറ്റിക് പൊളാരിറ്റി നമ്മളുടെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഏതാണ്, എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതില് കറണ്ട് എന്താ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഒക്കെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോക്ക് വൈസിലാണെങ്കിൽ അവിടെ സൗത്തും, ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ അത് നോർത്തും ആണെന്നുള്ളത്. ഇപ്പൊ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഏതാ, ഇങ്ങനെ. ഇത് ഏതാ ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് അല്ലേ. അപ്പൊ ഇവിടെ സൗത്ത് ആണ്, കറക്റ്റ് ആണ്. ഇനി ഇവിടെ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഏതാ, ഇങ്ങനെ. അതേതാ, നോർത്ത് പോള്. കറക്റ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഈ ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറയുന്നത് നമ്മളുടെ എന്താ പറയാ, തമ്പ് റൂളോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ക്ലോക്ക് വൈസിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഇത് നോർത്ത് വൈസ് ആന്റി ക്ലോക്ക് വൈസിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞാൽ മതി. കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്, ഒന്ന് നോക്കുക. ഇവിടെയും എന്താ പറയുന്നത്, ആന്റി ക്ലോക്ക് വൈസ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഇത് വായിച്ചു നോക്കുക. സെയിം ക്വസ്റ്റ്യൻ ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്തതൊരു ടേബിള് മാച്ച് ചെയ്യാനുള്ളതാണ്. ഈ ടേബിൾ മാച്ച് ചെയ്യാനുള്ളതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്, തമ്പ് റൂൾ ഉണ്ട്, അഥവാ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, പിന്നെ മോട്ടർ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇനി ബി കോളത്തിൽ എന്താ ഉള്ളത്,
ബി കോളത്തില് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന മോഷന്റെ ഡയറക്ഷൻ കാണുക. അതേപോലെ ഇലക്ട്രിക് മോട്ടർ. പിന്നുള്ളത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ ഒരു 3 ഓപ്ഷൻസ് ആണല്ലേ. അതിൽ തമ്പ് റൂൾ എന്തിനാ? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്ഷൻ കാണാനാണ് എന്ത് തമ്പ് റൂൾ. അപ്പൊ എന്ത് ചെയ്യാ, അത് മാച്ച് ചെയ്യാം. പിന്നെ അടുത്ത ഫെമിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ അതിന്റെ മോഷൻ എങ്ങട്ടാ വരിക എന്നുള്ളത്. അപ്പോൾ ഓപ്ഷന്. അപ്പൊ ഇതില് കറക്റ്റ് ഓപ്ഷൻ ഏതാ? ബി അല്ലേ. പിന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ ഇലക്ട്രിക് മോട്ടർ, അത് തന്നെ. പിന്നെ ഇവിടുത്തെ കേസോ, ഇതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഈ തമ്പ് റൂൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടർ എ ബി ഏതാണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതേപോലെ മാക്സ്വെല്ലിന്റെ തമ്പ് റൂൾ വെച്ചിട്ടാണ് ഇത് കാണുന്നത്. ഇനി ഇത് ക്ലോക്ക് വൈസ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ? ആന്റി ക്ലോക്ക് വൈസും മാക്സ്വെല്ലിന്റെ തമ്പ് റൂൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മാഗ്നറ്റിക് സ്ട്രെങ്ത്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും എപ്പോ നമ്മൾ എത്രത്തോളം ടേൺസ് കൂട്ടുന്നോ അത്രത്തോളം അതിന്റെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയുന്ന പറയുന്നത്. അത് തെറ്റല്ലേ? നേരെ ഓപ്പോസിറ്റ് അല്ലേ ഉണ്ടാവുക. ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടെപ്പോഴാണ് നമ്മൾ ടേൺസ് കൂട്ടുന്നതിനനുസരിച്ച് കൂടുക ചെയ്യുക. അപ്പൊ അത് തെറ്റാണ്. ഈ 2ാമത്തെ പോയിന്റ് എന്താ? ആസ് ദ നമ്പർ ഇൻക്രീസസ് ദ ടോട്ടൽ ഫ്ലെക്സ് അറൌണ്ട് ദ വയർ ഇൻക്രീസസ്. അത് കറക്റ്റ് ആണ്. ഇനി ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾ കണ്ടോ? അതെന്താ? ഫ്ലെക്സ് കൂടും പെർ ടേൺസിന്. ഓരോ ടേണിനും ഫ്ലെക്സ് കൂടുന്നാ പറയുന്നത്. അത് കറക്റ്റ് അല്ലല്ലോ. ഫ്ലെക്സിന്റെ എണ്ണം കൂടുമ്പോൾ ടോട്ടൽ കൂടും, ഓരോ ടേണിനും എന്ത് ചെയ്യൂല, കൂടൂല. അപ്പോൾ അതൊന്ന് മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നോട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് റോങ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്തൊക്കെയാ? ഒന്ന് ഇതും പിന്നെ ഇതും ലാസ്റ്റത്തോ. മറ്റേ 2 തെറ്റാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റ് ആവുമല്ലോ. അങ്ങനെ. അപ്പൊ അതിൽ പറയുന്നത് എന്താ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ഓരോ കോയിലുള്ള കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ട്രെങ്ത് കൂടും. അതും കറക്റ്റ് ആണ്. അപ്പൊ ഇത് 2ഉം 4ഉം ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കണ്ടക്ടർ. ഈ ഒരു കണ്ടക്ടറിന് ഫോഴ്സ് അനുഭവപ്പെടും, നമുക്കറിയുന്ന കാര്യം. അതിന് കാരണക്കാരായ ആൾക്കാർ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് ഏതൊക്കെയാ? ഒന്ന് കറണ്ട് അല്ലേ, ഒന്ന് ആയിക്കൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. 2 എന്താ? മാഗ്നറ്റ്. ഈ 2 സാധനം തന്നെ. അതിന് അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചങ്ങായി നിങ്ങൾക്ക് അറിയാലോ, ആരാണത്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ. പിന്നെ അടുത്ത 2ാമത്തെ ഇവിടെ ഇതേ സെയിം പിക്ചറിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ എ ബി വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. അഥവാ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമല്ലോ. ആ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അതെങ്ങട്ടാ? പോസിറ്റീവ് എവിടെയാ? ഇവിടെ അല്ലേ. ഇവിടെ കൂടെ ഇങ്ങനെ കറണ്ട് പോയി സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പോകും, ഇവിടെ പോയി ഇങ്ങനെ വരും. അപ്പൊ എങ്ങട്ടാ? അപ്പൊ അത് ഡയറക്ഷൻ എന്താ? എ ടു ബി അല്ലെ. എ ടു ബി ആണ് അതിന്റെ ഡയറക്ഷൻ. ഓക്കെ. ഇനി അതിന്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യനിൽ കറണ്ട് ഇത് പാസ് ചെയ്യുന്ന സമയത്ത് ഈ എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ ഏത് സൈഡിലോട്ട് മൂവ് ചെയ്യും എന്നാണ് ചോദിക്കണേ. ഏത് സൈഡിലോട്ടാ മൂവ് ചെയ്യാം? ഇവിടെ 2 സൈഡ് കാണിക്കുന്നുണ്ട്, പി യു ആൻഡ് ക്യൂ. അപ്പൊ നമ്മൾ ഈ സിറ്റുവേഷനിൽ ഏത് ഇക്വേഷനാ ഏത് പ്രിൻസിപ്പിളാ യൂസ് ചെയ്യാ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചിരുന്നു. ഏതാ? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് പ്രകാരം ഇവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മള് എ ടു ബി. അപ്പൊ ഞാൻ എന്റെ മിഡിൽ ഫിംഗർ എനിക്ക് നേരെ പോയിന്റ് ചെയ്തു. പിന്നെ അടിയില് നോർത്ത് മാഗ്നറ്റിന്റെ ഡയറക്ഷൻ എങ്ങട്ടാ? നോർത്ത് അല്ലെ. ഈ സർക്കുലർ മാഗ്നറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ നോർത്ത് എവിടെയാണോ അപ്പൊ എന്ത് ചെയ്യാ? ആ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ചൂണ്ടുവിരല് പൊന്തിച്ചു പിടിക്കുക. കാരണം അത് ജസ്റ്റ് ഇങ്ങനെ മേലെ പോയിട്ടാണ് പിന്നെ താഴത്ത് പോവുക. അങ്ങനെയാണ്. അത് ഈ ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ. അപ്പൊ അത് ഓക്കെ, മേലേക്ക് പിടിച്ചു. ഇനി കറണ്ടിന്റെ ഡയറക്ഷനിൽ ഇത് കറക്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്ന് എന്ത് ചെയ്യും? എന്റെ തന്താമേല ഏത് സൈഡിലോട്ടാ പോണേ? ഈ ഒരു സൈഡിലോട്ട്. അത് ക്വസ്റ്റ്യനിൽ ഏത് സൈഡാ? പി അല്ല ക്യൂ. ഓക്കെ. അപ്പൊ ഇത് ഈ ഒരു കണ്ടക്ടർ പോവുക ക്യൂ എന്ന സൈഡിലോട്ടാണ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. സ്റ്റേറ്റ് ദ ലോ വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ്. അതിപ്പോ ഏതാ? അപ്പോഴല്ലേ പറഞ്ഞേ നമ്മളെ മീനിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പൊ അതും ഒക്കെ ഒരേ സാധനമാണ്, വെറുതെ പറ്റിച്ചാണ്. ഇനി ഇത് നോക്കാം. ഇതും അങ്ങനെ തന്നെ. ഇത് കണ്ടെത്താൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്താണ്ട് നമുക്ക് ഇത് നോക്കാം.
6ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു റോഡ് ഉണ്ട് ഫ്രീലി സസ്പെൻഡ് ചെയ്തിരിക്കണം. അഥവാ ഈ റോഡ് പറഞ്ഞ ഈ ചങ്ങായിമാരിങ്ങനെ നടുവിൽ ഇങ്ങനെ നിർത്തിയേക്കാണ്. അതിന് മുകളിൽ ആരുണ്ട്? 2 മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ആരുണ്ട്? ഒരു ബാറ്ററി കണക്ട് ചെയ്തേക്കാം. ഇനി എന്താ ചോദ്യം? എന്താ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ CD എങ്ങോട്ടാ പോവാ? ഇപ്പൊ ഇവിടെ തന്നെയല്ലേ ഇപ്പൊ ഇവിടെയും പറഞ്ഞ് അതേ സാധനം തന്നെയാ. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ CD എങ്ങോട്ടാ പോവാ? ആദ്യം നമ്മൾ നോക്കേണ്ടത് കറണ്ട് എങ്ങോട്ടാ പോണെന്നാ. ഇത് പോസിറ്റീവ് എവിടെയാ? ഈ സൈഡിലല്ലേ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഏതാ? ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങനെ അങ്ങനെ പോയി ഇതിൽ കൂടെ പോകും. അപ്പൊ കറണ്ട് പോകുന്ന ഡയറക്ഷന് എങ്ങോട്ടേക്ക് കയറാം? C2D ആണ്. C2D ആണ് കറണ്ട് പോവുക. അപ്പൊ ഇവിടെ ഒരു മാർക്ക് ഇട്ട് കണ്ടോ? PRSQ. അപ്പൊ ഇതില് ഇത് വെച്ച് നോക്കുമ്പോ ആറിന്റെ സൈഡിലോട്ടാണ് എന്ത് ചെയ്യുക? CD മൂവ് ചെയ്യുക, അല്ല കറണ്ട് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കണേ? വിച്ച് ലോ ഹെൽപ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ? അതാ പിന്നെ നേരത്തെ അതേ ചോദിച്ച സാധനം തന്നെ. സീഡിന്റെ മോഷൻ എന്താ കണ്ടെത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ലോ ഏതാ? അതേതാ ലോ? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. പിന്നെ ഇവിടെ എന്റെ ക്വസ്റ്റ്യനിൽ ഒരു തിരുത്തുണ്ട്. തിരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ അല്ല ചോദിച്ചേ, മറിച്ച് ഈ കണ്ടക്ടർ എങ്ങോട്ടേക്കാ പോവാന്നുള്ളതാണ്. അപ്പൊ നേരത്തെ യൂസ് ചെയ്ത അതേ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇപ്പൊ ഈ ഒരു സമയത്ത് ആറിന്റെ ഡയറക്ഷനിലാണ്, അപ്പൊ മേലേക്ക്. അപ്പോ എന്റെ തമ്പ് എങ്ങോട്ടാ? ക്യൂവിന്റെ സൈഡിലോട്ടല്ലേ. അപ്പൊ ഇവിടെ ക്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ക്യൂ ആണ്, അല്ലാണ്ട് ആറല്ല. അപ്പൊ ഇതിന് നമ്മൾ യൂസ് ചെയ്ത് ലോ ഏതാ? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. പിന്നെ സജസ്റ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യാനുള്ള ഈ ഒരു ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ എന്താ? ഒന്നെങ്കിൽ മാഗ്നറ്റ് തിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ തിരിക്കുക. ഈ കറണ്ടിന് എന്ത് ചെയ്യുക? പ്ലസിലെടുത്ത് മൈനസിലെടുത്ത് പ്ലസ് ആക്കി മാറ്റാം. ഇനി ഇപ്പുറത്തെ ക്വസ്റ്റ്യനോ? ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നും. ഒന്നുമില്ല, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? സ്പ്രിങ് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ AB എന്ന് പറയുന്ന ഈ ഒരു സാധനം അഥവാ ഈ ഒരു കണ്ടക്ടർ എങ്ങോട്ടേക്കാ പോവുക എന്നുള്ളതാണ്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഒന്നുമില്ല, എന്താ നോർത്ത് ടു സൗത്ത് ഇങ്ങനെ പിടിക്കുക. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? പോസിറ്റീവ്. ഇങ്ങനെ പോയി A to B ലോട്ട് പോകും. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇതാ ഈ ഒരു ലെവലിലോട്ട് പിടിക്കും. അപ്പോൾ തമ്പ് വരൽ താഴത്തോട്ട് വരും. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അഥവാ സ്പ്രിങ്ങുമേ അത് പ്രസ് ആവുക ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താ? പ്രസ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഇനി ജസ്റ്റിഫൈ യുവർ ആൻസർ. ജസ്റ്റിഫൈ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഇത് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മതി. തള്ളിയാണ്ട് വിടുക, കൂടുതൽ പറയാനൊന്നുമില്ല. ഇനി എന്താ അടുത്ത ലാസ്റ്റ് ഒരു ട്രിക്കി സംഗതി ഉണ്ട്. കുറച്ച് നേരത്തെ പറഞ്ഞ സംഗതി തന്നെ. ഇതിൽ ബാറ്ററിയും അഥവാ ബാറ്ററിന്റെ പോസിറ്റീവ് മൈനസും തിരിച്ചും കൊടുത്തു, മാഗ്നറ്റിന്റെ ഡയറക്ഷനും തിരിച്ചും കൊടുത്തു. എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. സെയിം ലെവൽ തന്നെ ആ കണ്ടക്ടർ വീണ്ടും താഴത്തോട്ട് പോവുക ചെയ്യുക. കാരണം എന്താ? എല്ലാം മൊത്തത്തിൽ റിവൈസ് ചെയ്തില്ലേ. ഏതെങ്കിലും ഒന്നാണ് റിവൈസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താവും? എന്താ ഫോഴ്സിന്റെ ഡയറക്ഷനും മാറും. 7ാമത്തെ ക്വസ്റ്റ്യനും സെയിം സാധനം. ഒന്നുമില്ല, സെയിം സാധനം തന്നെ. എന്താ നേരത്തെ അതേ പറഞ്ഞ മാതിരി തന്നെ. ജസ്റ്റ് ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക, കിട്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി അടുത്തത് 8ാമത്തത്. ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ഈ പിക്ചർ എല്ലാവരും കണ്ടു പരിചയമുള്ള സാധനമാണ്. ഇതിൽ എന്താ ചോദിച്ചിരിക്കണ? എന്താ? In which direction does the AB and CD moves when the direction of the current through armature coil ABCD is from A to D? അഥവാ ഈ ആർമേച്ചർ കോയില് ഏത് സൈഡിലേക്കാ കറങ്ങാം? ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? മുപ്പരാൾ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത് A, ഇത് B, C, D എന്നാണെന്നുണ്ടെങ്കിൽ കറണ്ട് പാസ് ചെയ്യുക അതാ ഇങ്ങനെ. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആർമേച്ചർ കോയിൽ ഇങ്ങനെ മുകൾക്കാവോ അതോ താഴത്തേക്കാവോ? അങ്ങനെയാണ് അതാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഈ പിക്ചറിൽ തന്നെ ഇതിന്റെ ആൻസർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ ഒരു അരമാർക്കണ്ടകള് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സാധനം ഉണ്ടാവും. എന്നാലും അത് വിശ്വസിച്ച് പോകാൻ നിൽക്കണ്ട. കൈമ നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലെമിങ്ങിനെ വിളിക്കുക, ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കുക, പരിപാടി തുടങ്ങുക. ഇവിടെ അങ്ങനെ പരിപാടി എടുത്താൽ ഞാൻ പരിപാടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. ഞാൻ ഒന്ന് എടുത്തു വെക്കാം. ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഒറ്റയടിക്ക് കൊണ്ടെങ്ങാണ്ട് A to D എന്ന് എന്ത് ചെയ്യാൻ നിൽക്കരുത്. ഒറ്റയടിക്ക് കൊണ്ടെങ്ങാണ്ട് A to D എന്ത് ചെയ്യാൻ നിൽക്കരുത്, കൊടുക്കാൻ നിൽക്കരുത്. പകരം A to B എന്ന ഡയറക്ഷൻ കൊടുക്കണം. കാരണം
ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങട്ടാ, നോർത്ത് ടു സൗത്ത് ഇങ്ങനെയല്ലേ, നോർത്ത് ഇവിടെ. അപ്പൊ ഇനി കറണ്ട് നമ്മൾ വരക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണോ, എന്നാലേ നമുക്കത് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോർത്ത്, കറണ്ട് എങ്ങട്ടാ, ഇങ്ങോട്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ല ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങട്ടാ, താഴത്തേക്ക്. അപ്പൊ എ ബി എന്ന് പറയുന്ന ഈ ഒരു സാധനം എങ്ങോട്ടേക്കാവും, താഴത്തേക്കാവും. അഥവാ എ ബി ഡൗൺവേർഡ് ആവും. ഓക്കെ ആണല്ലോ, പറഞ്ഞ മനസ്സിലാക്കണല്ലോ. എന്താ പറഞ്ഞേ, കറണ്ട് പോവും. കറണ്ട് എങ്ങനെ പോകണം, എ ടു ബിയിലോട്ടാണ് പോവുക. എ ടു ബിയിലോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ചുണ്ടുവിരൽ ഈ സൈഡിലോട്ട് പോകും. പിന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ട് പോകും, എ ടു ബി എന്ന് പിക്ചറിൽ കാണിക്കുന്ന മാതിരി. പിന്നെ അടിയിലേക്ക് തമ്പിന്റെ ഡയറക്ഷൻ അതെങ്ങട്ടാ, ഡൗൺവേർഡ്. ഓക്കെ, ഈ ജസ്റ്റിഫൈ യുവർ ആൻസർ. വീണ്ടും ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്താൽ പറയാം, വേറെ ഒന്നും പറയാല. അപ്പൊ ഞാൻ അടുത്ത പിക്ചർ നോക്കിയാ ഇത് ഇതേ സാധനം തന്നെയല്ലേ. പിക്ചറിൽ എന്താ കാണിക്കണേ, ഡി സി മോട്ടർ, ഡി സി ജനറേറ്റർ ഒന്നും കൊണ്ട് എഴുതിയേക്കാൻ നിൽക്കരുത്. കാരണം ഇവിടെ ഒരു ബാറ്ററി ആണുള്ളത്. ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്ന് കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് കറക്റ്റാ ചെയ്യണം. അപ്പൊ ഇത് ഡി സി മോട്ടറാണ്. ഓക്കെ, എന്താണ് ഡി സി മോട്ടർ. ഇനി നെക്സ്റ്റ്, ഹൗ വിൽ ദ മൂവ്മെന്റ് ഓഫ് എ ബി ആൻഡ് സി ഡി. ഇപ്പൊ കുറച്ച് നേരത്തായില്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി ഡി എങ്ങോട്ടെ കറങ്ങാം. അത് ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഇനി റൈറ്റ് അനദർ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ ആസ് ദിസ്. സെയിം പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന വേറെ ഡിവൈസ് ഏതാ? ഇതിന്റെ പ്രിൻസിപ്പിൾ ഏതാണെന്നറിയോ, നോക്കിയാൽ മതി. സ്പീക്കർ. ഓക്കെ, സ്പീക്കർ ഇവിടെ എത്തിയാലോ. ഇനി സ്പീക്കറിന്റെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരിക്കണ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു സംഗതി അറേഞ്ച് ചെയ്യാനാണ്. ആ കറക്റ്റ് ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, പ്രോസസ്സിന്റെ ഫ്ലോ, അത് കറക്റ്റ് അറേഞ്ച് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് തന്നതൊന്ന് നോക്കാം. വോയിസ് കോയിൽ സിറ്റുവേറ്റ് നിൽക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലാണ്. അത് ആ രണ്ട് കാന്തത്തിന്റെ ഇടയിലാണ് നിൽക്കണതെന്നാണ് പറയുന്നത്. അതിപ്പോ ഇവിടെ ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് രണ്ടും മാഗ്നറ്റ് ആണ്. അതിന്റെ ഇടയിലാണ് ഈ വോയിസ് കോയിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് നേരെ ആരോ മാർക്ക് എടുക്കണം ഇങ്ങോട്ടാണ്. എന്താ പറഞ്ഞേ, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുക. ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഈ സാധനം അതെന്ത് ചെയ്യും, ഇങ്ങനെ അളക്കും, സൗണ്ട് ഉണ്ടാവും. പിന്നെ സിഗ്നൽ പ്രൊഡ്യൂസ്, ഇലക്ട്രിക് സിഗ്നൽസ് ആ പ്രൊഡ്യൂസ്ഡ് എന്നാ പറഞ്ഞേ. ആക്ച്വലി കറക്റ്റ് ആണോ, അല്ല. അപ്പോൾ ഇങ്ങനെ തിരിച്ചെഴുതണം. ഇങ്ങനെ ആദ്യം എന്താ ഉണ്ടാവുക, സ്പീക്കറിലേക്ക് ആദ്യം കറണ്ട് അങ്ങോട്ട് ചെല്ലും. അപ്പൊ ഇത് ഫസ്റ്റ് കറണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ ഇത് എവിടേക്കാ ചെല്ലണേ, കോയിൽമക്ക് പോയി കഴിഞ്ഞാൽ കോയിൽ എന്ത് ചെയ്യും, കടന്നിളകാൻ കാരണം ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലാണ് കുത്തിരിക്കുന്നത്. അപ്പോൾ കോയിൽമക്ക് പോയി. അപ്പൊ രണ്ടാമത് കോയിൽ ആരോയിട്ട് അറ്റാച്ച്ഡാ, ഡയഫ്രമായിട്ട് അറ്റാച്ച്ഡാ. അപ്പോൾ ഡയഫ്രം എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ അത് 3. പിന്നെന്താ, സൗണ്ട് ഉണ്ടാവും 4. അതന്നെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, ഡി സി മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, ആ സാധനം തന്നെ. ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, സാധനം കിട്ടും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഫിഗർ. അതൊന്നും ഞാൻ പറഞ്ഞില്ല, എന്താ ഇത്രയും നമ്മൾ പറഞ്ഞ്. എന്താണത്, സ്പീക്കർ തന്നെ. ഇനി അതെങ്ങനെയാ വർക്ക് ചെയ്യണേ, എങ്ങനെയാ വർക്ക് ചെയ്യുന്ന ചോദിച്ചു. ഈ സാധനം എഴുതാ പ്ലസ് ആ പ്രിൻസിപ്പിൾ കൊണ്ട് എഴുതാ, ഒന്നുമില്ല വേറെ. പിന്നെ വാട്ട് ഈസ് ദ എനർജി ഇവിടെ എങ്ങനെയാ മാറുന്നേ. നമ്മൾ ഫസ്റ്റത്തെ അല്ല ഹീറ്റ് എനർജീന്റെ ഒക്കെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞില്ലേനോ, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആ സാധനം തന്നെ ഇവിടെ എന്താവുക, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും, സൗണ്ട് എനർജി ആയിട്ട് മാറാണ് ഇവിടെ ചെയ്യാം. ഓക്കെ, നോമ്പൊക്കെ എടുത്തിട്ട് കൊഞ്ഞു. ഇനി അടുത്ത, നെയിം അനദർ ഡിവൈസ് ദാറ്റ് വർക്ക് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. ഇത് നോക്കടാ, ഇവിടെ മോട്ടർ ആയപ്പോ ആ സാധനം ചോദിച്ചു, സ്പീക്കർ ആയപ്പോ വീണ്ടും ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാ. ഇവിടെ ആരാ, ഡി സി മോട്ടർ. അപ്പൊ നിങ്ങൾ നോക്കാം, ഞാൻ ഈ പറഞ്ഞ ഏരിയയിൽ തന്നെ ഇത് മൊത്തം എന്താ വന്നേ, ഒരേ ഏരിയ കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കുത്തിരുന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ചാപ്റ്ററിൽ ഫുൾ അടിക്കാം. ഓക്കെ, ഇത് ഫുൾ ഓഫ് തിയറി ആണ്. ഞാൻ അടുത്ത ചാപ്റ്ററിലോട്ട് നമ്മൾ പോവാ. അടുത്ത ചാപ്റ്റർ 5th ചാപ്റ്റർ. ഇനി 5th ചാപ്റ്ററിൽ ലേസം ന്യൂമറിക്കൽസ് ഉണ്ട്. എന്നാലും നമുക്കൊന്ന് സ്ലോ ആയിട്ട് നേരത്തത് പോയാൽ ഫാസ്റ്റ് ആയ മാതിരി പോണില്ല. പക്ഷെ ഒന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ കേസിൽ തന്നെ
എനർജി കൺവേർഷൻ ആണ് നേരത്തെ പറഞ്ഞ മാതിരി. ഈ എനർജി കൺവേർഷനിൽ ഇലക്ട്രിക് കെറ്റില് ഓക്കെ തെർമൽ എനർജി ആയിട്ട് മാറാണ്, രണ്ടാമത്തെ മിക്സി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറാണ്, ഇലക്ട്രിക് അയണ് ആഹാ ഇസ്തിരി പെട്ടുമ്പോൾ നല്ല ലൈറ്റ് ഇട്ട് അടിച്ചുകൊണ്ട് പോവോ ഇല്ല, ചൂടാണ് അപ്പൊ അത് തെറ്റാണ്. സൗണ്ട് എനർജി മൈക്രോഫോണ് സൗണ്ട് എനർജിയാ തിരിച്ചല്ലേ, സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക. നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ശബ്ദം വന്നിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുക ചെയ്യാം അല്ലെ. അപ്പൊ സൗണ്ട് ഇലക്ട്രിക്കൽ ആക്കുക ചെയ്യുക, അതാണ് മൈക്രോഫോൺ. സ്പീക്കർ അല്ല, സ്പീക്കർ ആണെങ്കിൽ ഈ പറഞ്ഞ ശരിയാണ്. അപ്പൊ ഇതും തെറ്റാം. അപ്പൊ ഏതാ കറക്റ്റ് ഓപ്ഷൻ? 1 2 മാത്രം കറക്റ്റ്. ഓക്കെ, ഈ രണ്ടാമത്തത് എല്ലാവർക്കും അറിയുന്ന സംഗതി നിക്രോം ഏതാ, എന്താ സാധനം? ആ ചൂടാവണ കത്തുന്ന എങ്ങനെയല്ലേ ഓനെ. ഓന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, പെട്ടെന്നൊന്നും അങ്ങനെ തുരുമ്പിടിച്ച് നാശാവൂല, റിയാക്ട് ചെയ്താണ് നാശാവൂല. പിന്നെ എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം, അഥവാ ചുട്ട് പഴുത്ത് കുറേ നേരം നിൽക്കും, ബാക്കി ലോലന്മാര് വേഗം നാശാവൂല, അതും കറക്റ്റാ. ഹൈ റെസിസ്റ്റിവിറ്റി, അതും കറക്റ്റാ. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അതും കറക്റ്റാ. അപ്പൊ എല്ലാം കറക്റ്റാ. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ദ കണ്ടക്ടിവിറ്റിന്റെ ഇക്വേഷൻ. ആക്ച്വലി കണ്ടക്ടിവിറ്റി എന്താ? റെസിസ്റ്റിവിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. റെസിസ്റ്റിവിറ്റി കേട്ടിട്ടില്ലേ? ഈ റെസിസ്റ്റിവിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടിവിറ്റി. ഇപ്പോ റെസിസ്റ്റിവിറ്റി റോ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇതിനെന്ത് ചെയ്താ 1/ρ എന്നാണ് എന്ത് കണ്ടക്ടിവിറ്റി. ഓക്കെ, 1/ρ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചങ്ങായിനെ, ഇതെന്താ R = ρ × L/A. ഈ ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റോ എടുക്കുക. ഇത് ഡെറിവേഷൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആലോചിച്ചാൽ മതി, സാധനം കിട്ടും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വന്ന വഴി ഒന്ന് പറഞ്ഞതിനാണ്. ഇനി എങ്ങാനും എവിടെയെങ്കിലും പോയി പെട്ടാല് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റോനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ബാക്കിയില്ലേ ചങ്ങായി എന്ത് ചെയ്യാ പുറത്തേക്ക് വെക്കാം. അപ്പോ എന്ത് കിട്ടും? RAL എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? റോ കിട്ടി, അഥവാ റെസിസ്റ്റിവിറ്റി കിട്ടി. ഇനി കണ്ടക്ടിവിറ്റി കിട്ടണമെങ്കിൽ ഞാൻ എന്താ പറഞ്ഞേ, അതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി പറഞ്ഞില്ലേ, നേരെ തല തിരിച്ചിട്ടാല് 1/ρ = എന്താവും? L മുകളിൽ വരും, RA താഴെയും വരും. ഇതിൽ ഏതാണത്? ഇവനല്ലേ. ഇപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? ഇത്. ഇനി നേരെ താഴത്ത് വെച്ചിട്ട് എന്താ? അതിന്റെ യൂണിറ്റ് ആണ്. അതിന്റെ യൂണിറ്റ് ആണ് ഇതിന്റെ യൂണിറ്റ് കണ്ടെത്തിയാ പോരെ. ഇതിന്റെ യൂണിറ്റ് എന്താ? L/RA എന്ന് പറയുമ്പോ L എന്താ? മീറ്റർ ഇട്ടു. R എന്ന് പറഞ്ഞാൽ ഓം, മറ്റേ കുതിരന്റെ സാധനട്ടമാരി ഇടുക. പിന്നെ ഏരിയ അല്ലേ, ഏരിയ എന്താ? മീറ്റർ സ്ക്വയർ അല്ലേ. ഇപ്പൊ സ്ക്വയറും മീറ്ററും ഇട്ട് ചെയ്യാ. ഇപ്പൊ എന്ത് കിട്ടും? അടിയിൽ ഇവിടെ 1 ഇടുക, മറ്റേ എന്താണ് 1 ഇടുക, ഇവിടെ ഓം ഇടുക, പിന്നെ മീറ്റർ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ ഒരു സാധനം കാണാണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കണ്ടെങ്കിൽ -1. അപ്പൊ ഈ സാധനത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഓം -1. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദ യൂണിറ്റ് കറക്റ്റ് ഏതാ വെച്ചാൽ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. റെസിസ്റ്റൻസ് എന്താ? അത് കറക്റ്റ് ആണ്. റെസിസ്റ്റിവിറ്റി എന്താ? അത് ഇതാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ നമ്മൾ ഈ കണ്ട ഈ ചങ്ങായിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തെന്നെയാണ്? ഓം മീറ്റർ ആണ്. ഓക്കെ, ഇനി ജൂൾ ഇലക്ട്രിക് എനർജി അതെന്താ? ജൂൾസിലാണ്. പവർ W വാട്ട്സ്, അതും കറക്റ്റാ. എല്ലാതും കറക്റ്റാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സം ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, അഥവാ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കണത്. എന്തൊക്കെയാ? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, തടി എത്രത്തോളം തടി ഉണ്ടാവും അതിനനുസരിച്ച് കുറെ കറണ്ടിന് പോവാ. നീളം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാവും റെസിസ്റ്റിവിറ്റി കൂടും. ഓർക്കുണ്ടാവും. അപ്പൊ കണ്ടക്ടറിന്റെ ഈ ലെങ്ത്തും ക്രോസ് സെക്ഷനും പിന്നെ കണ്ടക്ടിവിറ്റി ആയിക്കൂടെ എത്രത്തോളം കടത്തി വിടാനുള്ള ഒരു കെൽപ്പ സാധനത്തിൽ ഉണ്ട് എന്നുള്ളതും നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ഇതെല്ലാം എന്തിനെ ബാധിക്കും? അതിന്റെ റെസിസ്റ്റൻസിനെ ബാധിക്കും. ആൾ ആർ കറക്റ്റ്.
ഇനി ഒരു കാര്യം, ഇത് റെസിസ്റ്റൻസിനാണ് ചോദിച്ചിരിക്കണേ. റെസിസ്റ്റിവിറ്റിനാണ് ചോദിച്ചിരിക്കണെന്നുണ്ടെങ്കിൽ നട്ടൂരെ ഓഫ് ദ മെറ്റീരിയൽ അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബന്ധപ്പെടുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, റെസിസ്റ്റിവിറ്റി അല്ല ചോദിച്ചിരിക്കുന്നത്, റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ അതിന്റെ നേച്ചർ, ആ ഒരു കണ്ടക്ടറിന്റെ നേച്ചറിന്റെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒബ്സർവ് ദ ഗിവൺ സർക്യൂട്ട്. എന്താ, നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താ പറയണേ? സ്വിച്ച് ഇട്ടു, നിക്രോം കമ്പി ചൂടായി. നിക്രോം കമ്പി ചൂട് കൂട്ടാനുള്ള പരിപാടി എന്തൊക്കെയാണെന്നാ ചോദിച്ചത്. അപ്പൊ താഴത്ത് കുറച്ച് ഓപ്ഷൻസ് എന്തൊക്കെ ചെയ്തേക്കണം. എന്തൊക്കെയാ ഓപ്ഷൻ? വയറിന്റെ ലെങ്ത് കൂട്ടുക. ഓക്കെ, വയറിന്റെ തടി കൂട്ടണം. നോക്കാം. അലുമിനിയം മാറ്റി വെക്കാം, പറ്റുമോ? എനിക്ക് തോന്നില്ല. കാരണം നിക്രോം അല്ലേ ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഉള്ള സാധനം. പിന്നെ അതിന്റെ ആ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ സാധനം കയറ്റിയാണ്ട് ചൂട് കൂടുക. അപ്പോൾ എടുത്ത് പരിപാടിയാ. അപ്പോൾ ഞാൻ അടുത്തൊക്കെ കറണ്ട് കൂട്ടണം. അത് വേണമെങ്കിൽ H=I²RT അല്ലേ, H=I²RT. കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കൂടും. അപ്പോൾ കറക്റ്റ് ആരാ? ലെങ്ത് കൂട്ടിയാലും ഓക്കെ, കറണ്ട് കൂട്ടിയാലും ഓക്കെ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. തിക്കർ വണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അധികം ഹീറ്റ് കൂടുതലല്ല ചെയ്യുക, ഹീറ്റ് കുറയാ ചെയ്യുക. കാരണം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു കമ്പിൻ്റെ ഉള്ളിൽ കൂടെ കുറെ ആൾക്കാർ പോവാണ്. അപ്പോൾ വണ്ണം കൂടുന്നതനുസരിച്ച് ഒരേ സമയം കുറെ ആൾക്കാർക്ക് പോയിക്കൂടെ, അപ്പൊ ദിക്കത്തിരവ് കുറയൂലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അടുത്ത ഇത് നമ്മളെ എനർജി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. സിമ്പിളാണ്, ഒന്നുമില്ല. ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റി എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ ഗ്യാസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനത്തെ ആ സാധനങ്ങൾ ടെക്സ്റ്റിൽ അതേ സാധനം തന്നെ. പിന്നെ എനർജി പ്രീഷ്യസ് ആണ്, ഡോൺ വേസ്റ്റ്. എനർജി പ്രീഷ്യസ് ആണ്, അത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാ പറയണേ. ഓക്കെ, ശരിയാണ്. അത് എനർജി സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാട്ടാൻ പറ്റും? ആവശ്യമില്ലാതെ ലൈറ്റ് ഓഫ് ആക്കുക, ആവശ്യമില്ലാതെ വെറുതെ ഫാനൊക്കെ ഇട്ട്, ഇങ്ങനത്തെ ആ സാധനം തന്നെ. നമ്മൾ ആ നോർമൽ നിങ്ങൾക്ക് അറിയുന്ന സാധനം എന്താണോ അത് അതേമാതിരി രീതിക്ക് അതിലൊന്നും കൂടുതൽ ചിന്തിക്കാനും പറയാനൊന്നുമില്ല. അതേമാതിരി തന്നെയാണ് ഈ എല്ലാ ക്വസ്റ്റ്യനും. ജസ്റ്റ് കൂടുതൽ അതിൽ ആലോചിച്ചാനും പറയാനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ജസ്റ്റ് ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലാണ് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് കമന്റ് ചെയ്യുക. എന്നാൽ ബാക്കിയുള്ളവർക്ക്, എന്നിട്ടും അറിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കാണും ചെയ്യാലോ. ഇനി പവർ വാട്ടേജ് നമ്മളെ ന്യൂമറിക്കൽ പാർട്സിലോട്ട് പോവാണ്. ഇപ്പോൾ ഒരു ബൾബ്, ആ ബൾബിൽ 220 വോൾട്ടേജും 100 വാട്ട്സും എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പവർ എത്രയാ? അത് 440 വാട്ട്സിൽ വോൾട്ടേജിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെറിയ കുറച്ച് സാധനം എഴുതിയേക്കട്ടെ. B = I × V. പിന്നെന്താ നമുക്കറിയാം, P = V²/R. ഇതൊക്കെ അറിയാം അല്ലേ? ഇത് ഏത് വാട്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, എത്രത്തോളം പവർ ഇതാക്കണം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ചങ്ങായിനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ബൾബിൻ്റെ ഉള്ളിൽ റെസിസ്റ്റൻസ് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പം നിലവിലുള്ള വാട്ട്സ് എത്രയാ? 100. അപ്പോൾ 100 = V² എന്ന് പറയുമ്പോൾ 220 × 220. നമ്മൾ ഈ ഒരു ചങ്ങായിനെ ഉണ്ടോ ഫസ്റ്റ് കൺസിഡർ ചെയ്യണേ. എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടുള്ളൂ, ആ ഒരു റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ വോൾട്ടേജ് കയറ്റി ചേർച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് മാറൊന്നുമില്ലല്ലോ. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഐയും കാര്യങ്ങളൊക്കെ കിട്ടി കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 6 അറിയില്ല. അപ്പോൾ 6 ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. 220 × 220 / 100. 0 കട്ട് ചെയ്തു. അപ്പോൾ 22 × 22 എത്രയാടാ? 22 × 22 484. അതാണ് ഇവിടുത്തെ ഓം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ 440 വാട്ട്സിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാ? നമുക്ക് നോക്കാം. ഒന്നുമില്ല,
പവർ അല്ലേ കാണണ്ടേ? പവർ 440 ഇൻറ്റു 440 ഡിവൈഡ് ബൈ 48 അപ്പം എന്ത് കിട്ടും? 440 ഇൻറ്റു കൂട്ടാൻ എന്തായാലും വർക്കാണില്ല. 400 കിട്ടും. ഓക്കെ, എന്ത് കിട്ടും? 400 കിട്ടും. അപ്പൊ 400 വാട്ട്സ്. അപ്പൊ അതാണ് 400 വാട്ട്സ് ആണ് ഇതിന്റെ ഉത്തരം. ഇനി അടുത്തത്, ക്യാൻ ദിസ് ഡിവൈസ് ബി ഓപ്പറേറ്റഡ് അറ്റ് 440 വാട്ട്സ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഉറുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിച്ച എങ്ങനെ ഉണ്ടാവും? അത് തീരുമാനാവൂലേ? അതിന്റെ പെടുത്തിയ അവസ്ഥ. 220 കൊടുക്കാൻ പാടുള്ളത് 440 കൊടുത്തു കഴിഞ്ഞാല് കത്തു, പിന്നെ കത്തു അത് മൊത്തത്തില്. അപ്പൊ ജസ്റ്റിഫൈ എന്താ ആൻസർ ചെയ്യാ? പറ്റൂല എന്ന് പറയാ, സാധനം അത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടേണ്ട ചെയ്ത തന്നെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനില് എന്താ പറയണേ? ഒരു 60 വോൾട്ട് അപ്ലൈ ചെയ്തു ഒരു ടെർമിനലില്. ഇലക്ട്രിക് ഹീറ്റർ ഒരു സാധനം ഉണ്ട്, ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, അതിന് 60 വോൾട്ട് എന്ത് ചെയ്തു കൊടുത്തു. അതിൽ എത്ര കറണ്ട് പാസ് ചെയ്തു? 4 ആംപിയർ കറണ്ട് 60 വാട്ട്സ് കൊടുത്തും ചെയ്തു. ഹീറ്റ് ഉണ്ടായി. ഇനി നമ്മളോട് ചോദിക്കണത്, അങ്ങനെ ആണെങ്കിൽ 90 വാട്ട്സ് ആണ് അതിൽ കൊടുത്തേ, അപ്പൊ അതിന് നമുക്ക് കിട്ടണേ, അതിൽ ഇത്രത്തോളം കറണ്ട് ആയിക്കൂടെ പാസ് ചെയ്തിട്ടുണ്ടാവും എന്നാ ചോദിക്കണേ. അപ്പൊ ഒന്ന് നോക്കിയടാ, തന്ന സാധനം എന്താ? വിയും തന്നു, ഐയും തന്നു, V1 തന്നു, I1 തന്നു, V2 തന്നു, I2 കാണാനാ പറഞ്ഞേ അല്ലേ? നമുക്കറിയാം ഈ ഒരു ഹീറ്ററിന്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റർ ഉണ്ടാവും. അപ്പൊ ആ റെസിസ്റ്റർ രണ്ട് കേസിലും സെയിം അല്ലേ? നമുക്ക് വേറൊരാളെ അറിയാം. ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കണ്ടുക്കണം. ഈ ഒരു ട്രയാങ്കിൾ V is equal to IR. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ ഇനി കാണാം. ആദ്യം നമുക്ക് ഇനി R കിട്ടണം. ഈ R കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ? ആദ്യത്തെ വാല്യൂസ് എന്ത് ചെയ്യാ? V1 ഉം I1 ഉം വാല്യൂസ് എന്ത് ചെയ്യാ? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 60 is equal to 4 into R. ഇക്വേഷൻ ആണ്. 60 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് എന്ത്? 6. മനസ്സിലായോ? മനസ്സിലായോ? ഈ ഒരു ഹീറ്ററിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഹീറ്ററിന്റെ ഉള്ളില് ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ആ റെസിസ്റ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ആ ചോദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 90 വോൾട്ട് ആയി കഴിഞ്ഞാൽ എത്ര ആയിക്കൂടെ കറണ്ട് പാസ് ചെയ്യുക എന്നുള്ളത് ചോദിക്കണത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എത്രയാ? 15. അപ്പൊ 15 ഓമാണ് അതിലുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ കറണ്ട് എത്ര പാസ് ചെയ്യുന്നത് കാണാം. V is equal to IR അല്ലേ? V is equal to IR ആവുമ്പോ I ആണെന്ന് കണ്ട, അപ്പൊ V/R കണ്ടാൽ മതി. V/R എന്താടാ? V എന്ന് പറയുന്നത് എത്ര? 90. 90/R എത്രയാ? 15 അല്ലേ? അപ്പൊ 15 അങ്ങനെ ആവുമ്പോ 6 ആംപിയർ കിട്ടും. 6 ആംപിയർ. 15 15 30. അങ്ങനെ എത്ര 30 ഉണ്ടാവും? 3. അപ്പൊ 3 × 2 6. അപ്പൊ അത് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഈ ഒരു ട്രയാങ്കിൾ എല്ലാവരും ഓർത്ത് വെച്ചോണ്ടോ. ഇത് നിങ്ങൾക്ക് അറിയണ്ടാവും എന്നാലും. ഇപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 6 ആംപിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇതിൽ പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ജൂൾസ് പെർ സെക്കൻഡ്. പവർ എന്ന് പറയുന്നത് വാട്ട് പെർ അവർ. അപ്പൊ എന്താണ് ജൂൾസ് പെർ സെക്കൻഡ്? അത് കറക്റ്റ് ആണ്. വാട്ട് പവറിൻ്റെത് എന്താണ്? വാട്ടും ആണ്. ഓക്കെ ആണ്. ഓം മീറ്റർ ആണോ? അടക്കട്ടെ. വോൾട്ട് ആംപിയറോ? P is equal to V into I കേട്ടോ. അപ്പൊ എന്താ? വോൾട്ട് ഇൻറ്റു ആംപിയർ. അപ്പൊ ഇതും കറക്റ്റാ. അപ്പൊ ഇത് തെറ്റാ. മനസ്സിലായോ? വിച്ച് ഇക്വേഷൻ ഓഫ് പവർ ഈസ് മോർ പ്രിഫറബിൾ ടു യൂസ് സോൾവിങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഹൗസ് ഹോൾഡ് അപ്ലൈ? അഥവാ വീട്ടിലുള്ള സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാ? അതെന്താ ചോദ്യം അങ്ങനെ ഫിസിക്സിൽ? ഒന്നുമില്ല. വീട്ടിൽ നമുക്കൊരു കാര്യം അറിയാം. വീട്ടിലത്തെ വോൾട്ടേജ് നമ്മളെല്ലാരും പഠിച്ചിരിക്കണം. അതൊരു 220 പോലെ എന്ത് ചെയ്തിക്കണ്? ഫിക്സ് ആക്കിയിരിക്കണ് അല്ലേ? അഥവാ
വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കിക്കണ്, ഫിക്സ് ആക്കിക്കണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ നല്ല ഇക്വേഷൻ എന്താ? പവർ, വോൾട്ടേജും പവറും ആയിട്ട് വരുന്നൊരു ഇക്വേഷൻ ഏതാ? V²/R എന്ന് പറഞ്ഞൊരു സംഗതി നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. H=I²RT. അത് വെച്ചിട്ട് പിന്നെ നമ്മൾ പവറിന്റെ ഇക്വേഷൻ കണ്ടു. അപ്പൊ ഈ ചങ്ങായി, അതാണ് ഇതിന്റെ റീസൺ. അപ്പൊ എന്ത് ചെയ്യാ, അത് പറയാ. കാരണം 220 വാട്ട്സ് വീട്ടിൽ ഫിക്സ്ഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്, അത് ചേഞ്ച് ചെയ്യൂല. അത് യൂണിവേഴ്സൽ ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് വോൾട്ടേജ് വെച്ചിട്ട് വർക്ക് ചെയ്യാനാണ് എന്ത് എപ്പോഴും സുഖം. അതന്നെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഹീറ്റർ എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ 6 പറഞ്ഞ എത്രയോ വലിയൊരു സംഖ്യ. 6 × 10⁻⁶ ജൂൾസ് എന്ന് എഴുതിപ്പോ ഞാൻ തൽക്കാലം. ഓഫ് ഹീറ്റ് എനർജി വെൻ ഓപ്പറേറ്റഡ് ഫോർ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് ഇത് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പവർ എത്രയാണ്? പവറിന്റെ ഇക്വേഷൻ ഇപ്പോഴല്ലേ പറഞ്ഞ പവർ = ഇവിടെ നമുക്ക് വർക്ക് ഉണ്ട്, ഹീറ്റ് വർക്ക് അല്ലെങ്കിൽ ഹീറ്റ് ഡിവൈഡഡ്, പിന്നെ എന്തുണ്ട്, സമയം തന്നിട്ടുണ്ട്. നമുക്കറിയാം P= വർക്ക് ബൈ ടൈം എന്നുള്ളത്. ഇതിൽ ടൈം ഇവിടെ എത്രയാ തന്നിട്ടുള്ളത്? ടൈം എത്ര തന്നിട്ടില്ലേ? 10 മിനിറ്റ്. 10 മിനിറ്റ് ടൈം എന്ന് പറയുമ്പോൾ അത് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്താൽ എത്ര ഉണ്ടാവുക? ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 10 × 60. അതാണ് എന്ത്, അത്ര സെക്കൻഡ്. അപ്പൊ എത്ര? 600 സെക്കൻഡ്. ഇനി ഇവിടെ ജൂൾസ് വർക്ക് ചെയ്യാൻ എന്ത് ചെയ്തു? ഇങ്ങനെ 10⁻⁶ എന്നാണ് എഴുതിയിരിക്കുന്നത്. അഥവാ 6 പൂജ്യം അല്ലേ, ആ 6 പൂജ്യത്തിന് റീപ്ലേസ് ചെയ്ത് എഴുതിയതാണത്. 60 ലക്ഷം. ഓക്കെ. ഇനി ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 600. അപ്പൊ എന്താ, 2 പൂജ്യത്തിൽ നിന്ന് വെട്ട. 2 പൂജ്യത്തിൽ നിന്ന് വെട്ട് പറയുമ്പോൾ 10⁻⁴ ആവും. പിന്നെ ഈ 6 പോയ 1 ആയി. അപ്പൊ എന്ത് കിട്ടും ലാസ്റ്റ്? 1 × 10⁻⁴ അഥവാ 1 4 0 1 2 3 4 അത്ര വാട്ട്സ് കിട്ടും. അതാണ് എന്ത്, ആ ക്വസ്റ്റ്യന്റെ ആൻസർ. സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് അറിഞ്ഞാൽ മതി. ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ചാപ്റ്ററിൽ ഫസ്റ്റ്, ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഈ ഒരു ഇക്വേഷനിലെ H=I²R×T. പിന്നെ ഈ ഇക്വേഷനിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ സംഗതിയും വരുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു സംഗതി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പെയർ ചെയ്താൽ മതി. നോക്ക്, V²/RT. V²/RT എവിടുന്നാ വന്നേ? സിമ്പിളായിട്ട് ഈ ഐനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്ക് പകരം V/R കൊടുത്തു. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇനി VIT, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. H=VIT. ഇനി പവറിന്റെ കേസ് നോക്കുകയാണെങ്കിലോ ഒന്നുമില്ല, ഇതിലുള്ള എല്ലാ ടി കൊണ്ട് വെട്ടിയാൽ മതി. I²R പിന്നെ V²/R VI. ഇപ്പൊ എന്തായി? ഇതിലിപ്പോ എന്താ വ്യത്യാസം? മുകളിൽ ടി ഉണ്ട്, താഴത്തെ ടി ഇല്ല. അങ്ങനെ എല്ലാക്കാൻ കാരണം പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ ഹീറ്റ് ബൈ ടൈം. ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആവണാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യനില് നമ്മൾ നേരത്തെ ചെയ്ത ഈ ഒരു ഇവിടെ എന്താ പറയുന്നേ, മാത്തമാറ്റിക്കൽ പ്രോബ്ലം, വീട്ടിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാൻ നല്ലത് ഈ ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് എന്നാ ചോദിച്ചത്. അതിനല്ലേ ഇപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചത്. ഇതാ ഈ ഒരു ഇക്വേഷൻ. ഇതേ ചോദ്യം തന്നെ. ചോദ്യം P=V²/R. അതാണ് എന്തുകൊണ്ട്? കാരണം 220 വോൾട്ടിൽ എന്താണ് വീട്ടിൽ സാധനം ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് വെച്ച് വർക്ക് ചെയ്യാൻ എന്താണ് സുഖമാണ്. അത് തന്നെയാണ് സാധനം. അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. ഇനി വിച്ച് ഇക്വേഷൻ ഓഫ് ദ പവർ ഈസ് മോർ പ്രിഫറബിൾ ടു യൂസ് സോൾ. അത് കുറച്ച് നേരത്തെ ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ വന്നാണ്, സോറി. ഇനി ഇതൊക്കെ ഇപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ എഴുതിയതാണ്. വേരിയസ് കുറെ ഇക്വേഷൻസ് ഉണ്ട് ആരുടെ പവറിന്റെ. അങ്ങനെ ആണെങ്കിൽ കറക്റ്റ് ഏതാന്നുള്ളത്? ഇത് തെറ്റല്ലേ? ആണ്, തെറ്റാണ്. ഞാൻ എടുത്തോ, ഇത് കറക്റ്റ് ആണ്. V²I ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതും തെറ്റാ. I²R ഉണ്ട്. കുറച്ച് നേരത്തെ മുകളിൽ പറഞ്ഞില്ലേ? അപ്പൊ അതും ഓക്കെ. ഇനി അടുത്ത ഇത് സ്റ്റേറ്റ്മെന്റ് റീസൺ. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നതിന് മുന്നേ.
സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ജൂൾസ് ലോ H = I square RT. കറക്റ്റ് ആണ്. ഇനി റീസൺ എന്താ പറയുന്നത്? ഇഫ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ് വെൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് ഡിഗ്രീസ്ഡ്. അത് കറക്റ്റ് ആണോ അതോ തെറ്റാണോ? അത് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കമന്റിൽ പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുട്ടി പറഞ്ഞ് ഇൻക്രീസിങ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് വിൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ്. ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റ് കൂടും. അപ്പൊ വേറെ ചങ്ങായിരുന്നു ഒബ്ജക്റ്റ് ചെയ്തു, ചില കേസിൽ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കൂട്ടുന്നത് ഹീറ്റ് കുറക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ അത് ശരിയാണ്? എന്താണ് നമ്മളുടെ ഒരു ഒപ്പീനിയൻ? ഞാൻ പറയാ, രണ്ടാൾക്കാർ പറഞ്ഞത് കറക്റ്റാണ്. നമുക്കറിയാം H = I square RT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അറിയാം അല്ലെ? R കൂടിയാലും എന്ത് ചെയ്യും, ഹീറ്റ് കൂടും. അതേമാതിരി വേറൊരു ഇക്വേഷൻ അറിയാം, V² R × T. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ R കൂടിയാൽ H കൂടും. അഥവാ V എന്തല്ല ഇവിടെ V നോട്ട് കോൺസ്റ്റന്റ് കേസാണ്. ഓക്കെ, V ഇവിടെ കോൺസ്റ്റന്റ് അല്ല, അത് നമ്മൾ ഓർക്കണം. ഇനി ഇവിടുത്തെ കേസിൽ V കോൺസ്റ്റന്റ് ആണ്. അത് ക്വസ്റ്റ്യനിൽ പറയില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനമാണ്. ഈ ഇവിടെ ഇനി R കൂടിയ എന്താ സംഭവിച്ച, ഈ സ്ഥലത്ത് R കൂടിയ എന്താ സംഭവിച്ച, ഇത് കൂടിനനുസരിച്ച് ഇത് കുറയൂലേ? താഴത്ത് ഇപ്പൊ ഇത് നോക്ക്, 10/2 എന്ന് പറഞ്ഞാൽ എത്ര? 5 അല്ലേ? 10/5 എന്ന് പറഞ്ഞാൽ എത്രയായി? 2 അപ്പൊ ഈ സംഖ്യ എത്രയാ? 5. അത് കൂടുതലല്ലേ ഈ 2-നേക്കാട്ടിലും? അതെന്താ കാരണം? ഇവിടെ താഴത്ത് 2 ചെറിയ സംഖ്യ ആയപ്പോ അപ്പുറത്ത് കൂടി. അതന്നെ, അപ്പൊ ഇവിടെ 6 കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കുറയുക ചെയ്യാം. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? V കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വന്നുകൊണ്ട് അത് ഓർക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? I എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. എത്രയായിട്ട്? 1/10 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പൊ ഹീറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൽ എത്രത്തോളം വ്യത്യാസം വരും? H = I square RT എന്നുള്ള ഇക്വേഷൻ വീണ്ടും യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഐന്റെ വാല്യൂ 1/10 ആണ് കൊടുക്കുക. അപ്പൊ എന്താവുക കാണാം, H = 1/10 ഹോൾ സ്ക്വയർ R × T. അപ്പൊ എന്താവും? 1/100 RT ആവും. അപ്പൊ എന്താവുക? ഇപ്പൊ ഇത് നോക്ക്, I × R × T. ഈ ഐക്ക് 1 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ എന്തായി? /100 എന്ന് ചെയ്ത മാതിരി ആവൂലേ? അപ്പൊ ആദ്യത്തിന്റെ 100 മടങ്ങ് എന്ത് ചെയ്തു? ചെറുതായി. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ എന്താ പറയാ? H1 എന്ന് പറയുന്നത് 100 × H2 ആയി. ഇതാണ് H2 കേസ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട്, റെസിസ്റ്റൻസ് അപ്ലൈഡ്. ഇതിപ്പോ റെസിസ്റ്റൻസ് അപ്ലൈഡ് എന്താ ഓപ്പറേറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ടില് 15 ഓമില് വർക്ക് ചെയ്യാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് റിക്വയർഡ് ടു ഡബിൾ ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഡിവൈസ്? ഈ ഒരു ഡിവൈസ് കാരണം ഉണ്ടാകുന്ന ഹീറ്റ് ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര റെസിസ്റ്റൻസ് വീണ്ടും കൂട്ടണം എന്നുള്ളതാണ്. ആദ്യം ഇതിൽ എന്താ ഹീറ്റ് കാണുക. ഈ ഒരു ഇക്വേഷൻ H = I square RT വെച്ചിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് കാണാം, കറണ്ട് പിന്നെ കറണ്ട് കാണണമെങ്കിൽ V = IR യൂസ് ചെയ്ത് കറണ്ട് കാണാം. അതിനുശേഷം H = I square RT യൂസ് ചെയ്തിട്ട് ആ ഹീറ്റ് കണ്ടിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എത്രത്തോളം റെസിസ്റ്റൻസ് ആഡ് ചെയ്താൽ ഇത് കിട്ടും എന്നുള്ളത് നോക്കാം. സിമ്പിളാണ്. ടാസ്ക് ക്വസ്റ്റ്യൻ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും കൂടുതലൊന്നും അതിൽ എക്സ്ട്രാ പുതിയ ടോപ്പിക്കോ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? ഇതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? കറണ്ട് ഉണ്ട്, ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ വിത്ത് റെസിസ്റ്റൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് എത്രയാണ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. H = I square RT വീണ്ടും ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാ? I ഇവിടെ എത്രയാ? പറഞ്ഞേടാ, I ഇവിടെ എത്രയാ?
ഐ എന്ന് പറയുന്നത് 0.2 ആണ്. ഐ എന്ന് പറയുന്നത് 0.2 ആംബിയർ ആണ്. പിന്നെ ഈ ടി എന്ന് പറയുന്നത് എത്ര? ടി കറണ്ട് എത്ര സമയം എടുക്കുന്നുണ്ട്? 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 × 60 എത്രയാ? 5 6 30, 300 സെക്കൻഡ്. ഓക്കെ, ഇനി എത്ര റെസിസ്റ്റൻസ് എത്രയാ? 200 ഓം. അപ്പോൾ ഹീറ്റ് എത്രയാ? 0.2 × 0.2 × 200 × 300. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് എത്രയാന്നുള്ളത് കിട്ടും. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് എത്ര കിട്ടും? സിമ്പിളാണ്. ജസ്റ്റ് ആ വാല്യൂസ് എന്ത് ചെയ്താൽ മതി? അതിൽ ഇട്ടുകൊടുത്താൽ മതി. ഇനി താഴത്തുള്ള ഈ ക്വസ്റ്റ്യനും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ജസ്റ്റ് നമ്പേഴ്സ് മാറ്റിയിട്ടുള്ളൂ. അത് നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് നമുക്ക് എന്താ കാണുന്നത്? 2 സർക്യൂട്ട് ഉണ്ട്. ഒന്ന് സീരീസിൽ, ഒന്ന് പാരലലും ആയിട്ട്. ഇത് സീരീസ്, ഇത് പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചോദിക്കണത് എന്താ? സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫിഗർ 1 ഏത് ലൈറ്റ് കൂടുതൽ കത്തുക? ഈ ലൈറ്റാണ്. ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് സീരീസ് ആണോ? അതിലെ ആരാ പവർ കുറവ്? അതായത് ഇവിടെ മാർക്ക് ചെയ്ത പവർ ആർക്കാ കുറവ്? ഓനേക്കാരം കൂടുതൽ അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആയിട്ട് കത്തുക. ഓക്കെ, അപ്പൊ ഇതിൽ 40 വാട്ട്സ് എന്നുള്ള ബൾബാണ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുക. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. കൂടുതൽ ഡെപ്ത്ക്കൊന്നും ഇപ്പോൾ പോവാൻ നിൽക്കണ്ട ലാസ്റ്റത്തെ ദിവസം. അപ്പൊ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ, ഇവിടുത്തെ കേസിൽ ആരാണ് ബ്രൈറ്റ് ആയിട്ട് കത്തുക? ഇവിടുത്തെ കേസിൽ നിങ്ങൾ ഇതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അല്ല, ഈ ചങ്ങായി അല്ല, ബ്രൈറ്റ് ആയിട്ട് കത്തുക ഇവനാണ്. ഓക്കെ, അപ്പോ സീരീസ് ആവുമ്പോ പവർ കുറവുള്ള ചങ്ങായി, പാരലൽ ആവുമ്പോ പവർ കൂടുതലുള്ള ചങ്ങായിയാണ് എന്ത് ചെയ്യുക? കത്തുക. ഓക്കെ, നോട്ട് ചെയ്തോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ ഇതിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്, ഇപ്പോ നിങ്ങൾക്ക് ഇതിലുള്ള സാധനങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് അഥവാ ഓരോന്ന് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ എനിക്ക് ഈ ലൈറ്റ് ഇട്ടു, മറ്റേ ലൈറ്റ് വേണ്ട, അല്ലെങ്കിൽ ഈ ലൈറ്റ് ഇട്ടു, ഈ ലൈറ്റ് വേണ്ട, അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് സർക്യൂട്ട് രീതി യൂസ് ചെയ്യണം? അത് നമ്മളെ വീടിന്റെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി ഇതിലോട്ട് ഇഞ്ചെക്ട് ചെയ്തതാണ്. അതായത് പാരലല് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഏത് സാധനമാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാം. മറ്റേ സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ ഒറ്റ സ്വിച്ചും ഓഫ് ആവും, ഒക്കെ ഒറ്റ സ്വിച്ചും ഓൺ ആവും. അത് പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഫിഗർ 2 കാണിക്കുന്ന പോലെ പാരലൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് പറയാം. ഈ 29ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? ഒരു ലാമ്പ് ഉണ്ട്, അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലാമ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നുള്ളത്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ലാമ്പിൽ എന്താ വ്യത്യാസം ഉണ്ടാവുന്നതാണ് ചോദിക്കണം. കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തോ. ഇനി ഈ ഒരു സംഗതി നിങ്ങൾ നോക്കേണ്ടത്, ഈ ലാമ്പിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ? ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ അടുത്ത റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിന് എന്തുണ്ട്? സ്വിച്ച് എന്താണ്? ഓഫ് ആണ് നിലവിൽ. അപ്പൊ ഈ ഇതിൽ കൂടെ കറണ്ട് ഇപ്പൊ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോ ഇവിടെ കറന്റിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഒന്ന് അതിലുള്ള ആ ഒരു ചെറിയ റെസിസ്റ്ററും പിന്നെ ആ ബൾബിന്റെ റെസിസ്റ്ററും ആണല്ലോ അല്ലെ? V = IR. ഇതിൽ ഏറ്റവും കൂടുതൽ കറണ്ട്, ഏറ്റവും എന്താ പറയാ, റെസിസ്റ്റൻസ് ഏറ്റവും കുറവുള്ള സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ ഇത് എന്ത് ചെയ്യുക, ബ്രൈറ്റ്നെസ് കൂടി എന്ത് ചെയ്യുക, ഈ ബൾബ് കത്തുക. ഇപ്പൊ നിലവില് ഇതാണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി രണ്ടാമത്തെ കേസ്, അഥവാ ഇപ്പൊ ഈ സ്വിച്ച് ഇട്ടു എന്ന് കൂട്ടിക്കോ. ഈ സ്വിച്ച് ഇടുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ എന്തായി? 2 റെസിസ്റ്റർ പരിപാടിയിൽ വന്നില്ലേ? ഈ 2 റെസിസ്റ്റർ ഇതെന്തായി? പാരലായി. ഈ പാരലിന്റെ കേസിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പഠിച്ചിരിക്കണം. ഇത് 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് R1 ഇതിന് R2 എന്ന് വിളിച്ചാല് R1 × R2 / R1 + R2 എന്നാക്കാം. ഇത് രണ്ടും R ആയതുകൊണ്ട്, സെയിം സാധനം ആയതുകൊണ്ട് R² 2R എന്ന് വിളിച്ചുകൂടെടാ. കാരണം ഇതും ആറാണ്, ഇതും ആറാണ്. അപ്പൊ ഈ R1 R2 എന്ന് പറയുന്നത് പകരം ജസ്റ്റ് R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R² / 2R എന്ന് കിട്ടും. ഈ R² ഈ 2ഉം വെട്ടിക്കഴിഞ്ഞാൽ, സ്ക്വയറും വെട്ടിക്കഴിഞ്ഞാൽ മുകളിൽ എന്താ ഉണ്ടാവുക? 6 / 2 അഥവാ R/2. അഥവാ 2 വെച്ചപ്പോ
എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പകുതി അയക്കാണ്. അപ്പൊ ആ ഒരു കേസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/2 പ്ലസ് ബൾബ് അല്ലേ, ബൾബിന്റെ റെസിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഇത് ഒന്നാമത്തെ കേസ്, ഇത് രണ്ടാമത്തെ കേസ് എന്നാണെങ്കിൽ ഒന്നാമത്തെ കേസിലാണ് റെസിസ്റ്റൻസ് ടോട്ടൽ കൂടുതൽ, രണ്ടാമത്തെ കേസിൽ കുറവാണ്. അപ്പൊ എന്താ നമുക്ക് പറഞ്ഞൂടെ, ബൾബ് നല്ലോണം ബ്രൈറ്റ്നെസ് ചെയ്ത് കത്തുക, സ്വിച്ച് ഇടുമ്പോഴാണ് അപ്പോഴാണ് എന്ത് റെസിസ്റ്റൻസ് ടോട്ടൽ കുറവാവുക. അതുകൊണ്ട് അത് നല്ലോണം ബ്രൈറ്റ് ആയിട്ട് കത്തും. എന്താ പറഞ്ഞേ, സ്വിച്ച് ഇടുന്ന സമയത്ത് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്. കാരണം സെയിം സാധനം കണക്ട് ചെയ്യുമ്പോൾ അത് R/2 ആയിട്ട് മാറും. അപ്പൊ ടോട്ടൽ ബ്രൈറ്റ്നെസ് എന്ത് ചെയ്യും, കൂടും. അത് പറഞ്ഞാൽ മതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, സെയിം സാധനം, ക്വസ്റ്റ്യൻ മുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ. 200 ജൂള് ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് എന്ത് ചെയ്യും, 200 ജൂൾസ് പെർ സെക്കൻഡിൽ എന്ത് ചെയ്യും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ദ കറണ്ട്, ഇതിലുണ്ടാവുന്ന കറണ്ടിലെ ചേഞ്ച് ഇഫ് ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഹാഫ്. ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് പകുതിയാക്കി കുറച്ച് കഴിഞ്ഞാല് എന്താണ് ഈ ഒരു സർക്യൂട്ടിൽ സംഭവിക്കുക, ഇതിന് കറണ്ടിന് എന്താ പറ്റുക എന്നുള്ളത് ചോദിക്കണേ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ, ഹീറ്റ് ജനറേറ്റഡ് വാട്ട് വിൽ ബി ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ സർക്യൂട്ട്. എപ്പോ റെസിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാല് അപ്പ് ഉണ്ടാവുന്ന ഹീറ്റ് എത്രയാണ്. പിന്നെ ഏത് ലോ ആണ് ഇത് കണ്ടെത്താൻ യൂസ് ചെയ്യണത്, ലോ ഏതാ, ജൂൾസ് ലോ അല്ലേ. അതേപോലെ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, 55 ഓം 220 വാട്ട്സിന്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എത്രയാ, നമ്മളെ H²² വെച്ചിട്ട് കണ്ടുകൂടെ. പിന്നെ ഫൈൻഡ് ദ കറണ്ടിന്റെ സർക്യൂട്ട്. അത് കറണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, V=IR യൂസ് ചെയ്തിട്ട് കറണ്ട് കാണാം. അപ്പൊ ഈ കറണ്ട് കിട്ടും. ഈ കറണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹീറ്റ് കാണണമെങ്കിൽ H=I²RT ഇപ്പൊ ആരൊക്കെ കിട്ടി, കറണ്ട് കിട്ടി, റെസിസ്റ്റൻസ് കിട്ടി. ഇനി ടൈം കിട്ടണം. ഈ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഹീറ്റ് കാണാം. ഓക്കെ, ഇനി ഫൈൻഡ് ദ പവർ ഓഫ് ദ അപ്ലയൻസ്. പവർ കാണണം. ഈ പവർ എങ്ങനെ കാണാം, ഹീറ്റ് കിട്ടിയല്ലോ, ഹീറ്റ് കിട്ടിയിട്ട് ഈ ടൈമിനെ കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാ, 55 V എന്ന് പറയുന്നത് എത്ര, V=IR, അതിൽ 220 I × 55 എത്ര കിട്ടുക. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നേരെ ഈ കിട്ടുന്ന വാല്യൂ, ഐന്റെ വാല്യൂ എന്ത് ചെയ്യുക, 220/55 എന്ന് വെച്ചിട്ട് അത് നേരെ എവിടെ കൊടുക്കുക, ഈക്വേഷനിൽ ഇടുക. അതിനുശേഷം 5 മിനിറ്റിന് 300 ആക്കുക, അഥവാ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 300 ആവും. അത് ഈ ഇക്വേഷനിൽ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇതിന്റെ ആൻസർ കിട്ടും. ഇപ്പൊ ഈ ചാപ്റ്ററിൽ ആകെ പറയുന്നത് ജൂൾസ് ലോയിൽ H=I²RT പിന്നെ P=V²/R ആ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ ഉള്ളത് ജൂൾസ് ലോ എന്താ, അത് അങ്ങോട്ട് അത് ഇങ്ങോട്ട്, അത് ഒന്നെങ്കിൽ ജൂൾസ് ലോ പറയും അല്ലെങ്കിൽ തിരിച്ചു പറയും. ഇതന്നെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. അപ്പൊ അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ, കൂടുതലൊന്നും പറയാനല്ല. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ചാപ്റ്റർ 6ഉം 7ഉം അനിരുദ്ധ് സാറിന്റെ ക്ലാസ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ.